എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇത് എങ്ങനെയൊക്കെ എന്ന് കരുതി പത്രോടൽ മാത്രമല്ല, പറ്റാവുന്ന എന്ത് ജോലിയും ചെയ്യും. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം. സോറി, സംസാരിച്ചു നിൽക്കാൻ നേരില്ല. തനിക്ക് എന്തൊക്കെ പറ്റിയെന്ന് മനസ്സിലായി. ആവശ്യമുള്ള പണം വിഡ്രോ ചെയ്തെടുത്തോളൂ. പാവത്തിന് രാവിലെ ചെക്ക് കൊടുത്ത് ചെക്കാക്കിന്ന തോന്നണേ. ഞാൻ ജാഫർ. ഇപ്പൊ നിങ്ങൾ കണ്ട ജോണില്ലേ, അവൻ നമ്മുടെ ദോസ്താണ്. അവനും എനിക്കൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് നമ്മ. എന്താണ്ട് ബാങ്ക് ഓഫ് ബൂട്ടിന്നാ? ബൂട്ടിന്നല്ലടാ, സ്കോട്ടിന്നാണ്. ഇതൊരു ആപ്പാണ്ടാ. ദേ, ഇങ്ങനൊരു ബാങ്കിനെ പറ്റി നീ എവിടെയും കേട്ടിട്ടുണ്ടാ? വെളുപ്പം കാലത്ത് 60 ലക്ഷം രൂപയുടെ കറുത്ത കാറിലും വന്ന് വിലയില്ലാത്തൊരു ചെക്കും തന്ന് ആ ഫ്രോഡ് സ്കൂട്ടായതാണ്. ഇത് അവന്റെ സ്ഥിരം പരിപാടിയായിരിക്കും, ചെക്ക് കൊടുത്ത് സ്കൂട്ടാകല്. അവനാളുടായിപ്പാണ്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജനാർദ്ദനെ വിളിച്ചു നോക്കാം. അപ്പൊ ഇത് ഉടായ്പാടല്ലെന്ന് അറിയാൻ പറ്റൂല. ഞാൻ ജനാർദ്ദനൻ, ജോനക പറമ്പിൽ ജനാർദ്ദന. നിങ്ങളിപ്പോ കണ്ട ജോണും ജാഫറും ഒക്കെ ഇല്ലേ, അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഇവന്മാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഹലോ 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 മച്ച, നീ എവിടെയാണ്? നമ്മുടെ ജോണിനെ രാവിലെ 8-ന്റെ പണി കിട്ടി, അറിഞ്ഞാ? എടാ, ഈ വണ്ടി കൊണ്ട് നിരിച്ചോണ്ടല്ല, ജോണിന്റെ 2 ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ 3000 എഴുതിപ്പോയി. ഭാഗ്യത്തിന് വേറൊരു ചെക്കും കൂടി ഉണ്ട്. ഈ ചെക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കണമല്ലോ. ബാങ്കിന്റെ പേരെന്താണ്? ബാങ്കിന്റെ പേര് ഒരുമാതിരി വല്ലാത്തൊരു പേരാണ്ടാ, ബാങ്ക് ഓഫ് സ്കോട്ടിയ. ചെക്കിന്റെ ആളുടെ പേര് ഒരു മിനിറ്റ്. ദേവനാരായണൻ. ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് പെട്ടെന്ന് വിളിക്കണോട്ടെന്നാ. ആ, ജനാർദ്ദനൻ ജനാർദ്ദനൻ. ഹലോ, ഒരു മിനിറ്റ്. എടാ, പറഞ്ഞോ കേക്കാ. എടാ, ഈ ദേവനാരായണനെ ആള് നിസ്സാരക്കാരനല്ല, പുലിയാണ്, പുലി. അയാൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് വിദേശത്തും ബിസിനസ് ഒക്കെ ഉള്ള ആളാ. അയാൾ വല്ല കൊള്ളക്കാരനാണോടാ? കൊള്ളക്കാരൻ അച്ഛൻ ഫോൺ കൊടുക്കടാ ജാഫറിന്റെ. എടാ, ഇവിടുത്തെ ബ്രാഞ്ചിൽ തന്നെ പുള്ളിക്ക് കോടികളുണ്ടടാ. ജാഫറെ, ഒരു വിലയില്ലെന്ന് നീ പറഞ്ഞ ചെക്കിന് വിലയിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ദൈവമായിട്ടാടാ ജോണിനെ അയാളുടെ മുമ്പിൽ എത്തിച്ചത്. നീ എന്താണ് ഉദ്ദേശിക്കണത്? ആവശ്യമുള്ള പണം എഴുതി എടുത്തോളാന്നല്ലേ പറഞ്ഞേ? എഴുതി എടുക്കളിയാ നല്ലൊരു എമൗണ്ട്. അറിയാ, എന്നെ ഇവിടെ ഓർത്തോടെ. എടോ, ഓക്കേടാ മച്ചാ, എന്ന് നീ വെച്ചോട്ടാ, വെച്ചോ. എടാ ജാഫർ, എന്നിട്ടല്ല നോക്കേ. ഹലോ, പിന്നെ വിളിക്കാൻ വേണ്ട സമയം വെച്ച് പോടൊന്നു. എടാ എടാ, നമുക്ക് എത്രയാണ് എഴുതേണ്ടത്? അതിലെഴുതിയിട്ടുണ്ടല്ലോ, അത് പോയി എടുക്കാം നമുക്ക്. 3000 കുലുവേ. ഡാ, നിനക്കൊരു വിലയില്ലെങ്കിലും ഈ ചെക്കിനും ഇതിന്റെ മുതലാളിക്കൊരു വിലയുണ്ട്. നീ വെറുതെ അയാളെ നാണം കെടുത്തരുത്. എടാ, ഈ ആക്സിഡന്റ് കൊണ്ട് എനിക്കോ എന്റെ വണ്ടിക്കോ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാലോ. പിന്നെ എന്തിനാ ഇതിൽ വെറുതെ കാശ് കൂട്ടി എഴുതുന്നേ? നിനക്ക് പലതും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ചെക്കപ്പ് ഈ ബോഡിയിൽ നടത്തിയാലറിയാം. ദേ, ഹാർട്ട് കംപ്ലൈന്റ്, കിഡ്നി ഒരെണ്ണം അടിച്ചുപോയി. പിന്നെ ഈ കൈ, ഇതല്ലല്ല, ഈ കൈ കൊണ്ട് ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിനക്ക്. ഇതൊക്കെ ആരുടെ കാര്യം നീ പറയണേ? അപ്പൊ നിനക്ക് മെമ്മറി ലോസും പിടിപെട്ടു. എടാ, നീ എന്തൊക്കെയാ പറയണേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാ. ഇപ്പൊ ദൈവമായിട്ട് നമുക്ക് തന്നേക്കുന്ന ഒരു അവസരമാണ്. നീ എന്റെ കൂടെ നിന്നാ, ഞങ്ങളുടെ കൂടെ നിന്നാ, ഞാനെന്റെ ജനാർദ്ദന്റെ എല്ലാവരും നിന്റെ കൂടെ. നീ പേടിക്കണ്ട. നമ്മൾ പോകുമ്പോ ഒരുമിച്ച് കൂടാ, ജയിലിലേക്കാണ് ജയിലിലേക്ക്. ഇപ്പൊ കിട്ടിയ അവസരം നീ കളയരുത്. ദേ, നീ പ്രാർത്ഥിച്ച ഐശ്വര്യമായിട്ട് നല്ലൊരു എമൗണ്ട് എഴുതി മുത്തേ. ഒന്ന് എഴുതടാ നീ. അതൊക്കെ ശരി, പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതുള്ളൂ. അത് മതി.
നീ ഇപ്പൊ എത്രയാണ് എഴുതാൻ പോണ? ഞാൻ എഴുതിക്കോളാം. നിന്റെ വീടിന്റെ ബാധ്യത എത്രയാണ്? അത് നോക്കണ്ട, അത് 10-15 ലക്ഷം രൂപയുണ്ട്. മറ്റേ ഈ സ്മെൽ കട കാശ്, അണ്ണാച്ചിൻ്റെ പലിശ, പിന്നെ നമ്മുടെ ഈ ജനാർദ്ദൻ്റെ ചേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കണതിൻ്റെ വക്കീൽ ഫീസ്, ഒരു 3 ലക്ഷം ഉറുപ്പിക ഇത്. എനിക്കറിയാം, ഞാൻ എഴുതിക്കോളാം. എന്താണ് പിന്നെ 3000 എഴുതിക്കണ? നിനക്കെന്താ പ്രാന്താണോ? ഈ 3000-ലാണ് നിനക്ക് വിഷം തന്നേക്കണത്. ആറാം പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ട് മനസ്സിലായില്ല നിനക്ക്. എടാ 3000 ഇത് 6000 അല്ലേ? നിന്റെ മറ്റൊരു 6000. അപ്പൊ എനങ്ങടന്നേ, ഞാൻ എഴുതിക്കോളാം. 10, 100, 1000, 10000, ലക്ഷം. 3 ലക്ഷം. അത് കേട്ടുള്ള പരിപാടി മതി. 3 ലക്ഷം? ഇത് എത്ര നീ എഴുതിക്കണേ? 1, 10, 100, 1000, ലക്ഷം, 3 ലക്ഷം. 3 ലക്ഷം, 3 കോടി. എന്താണ്? 3 കോടി നീ എഴുതിയേക്കണേ. ഇതൊന്നില്ലേ കീറിക്കളാ. നീ അയാൾ വേറെ ഒരു ഒപ്പിടാൻ. നീ വരുവതേ, ഞാൻ വാ. വണ്ടി കയറി. എടാ അകത്താണ് കേസാണ്. വണ്ടി കയറാ, പോക്കെ പെട്ടെന്ന് കയറി. തോക്ക് പിടിച്ച പതിവില് നമ്മളെ നോക്കണ്ട കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വിട്ടോ. നമുക്കിവിടെ പുറത്തൊരു സെക്യൂരിറ്റി ആവശ്യമാണ്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുന്നു. എങ്കിൽ നീ പോയിട്ടോടാ. എടാ എന്നെ ഒറ്റയ്ക്കുണ്ടോ വിശ്വസിക്കൂല. വാട ഒന്ന് ചെല്ലട, ഞാൻ വന്നോ. എന്റെ പള്ളി, എന്നെ കാക്കണേ. പണിയാവൂ. നമുക്ക് തിരിച്ചു പോടാ. എനിക്ക് എന്തൊരു പേടി തോന്നലട്ടാ. തിരിച്ചു പോകാനാണെങ്കിൽ എന്തിനാടാ ഇപ്പൊ വന്നേ? രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ ഉള്ളു. നീ വേണ പൊക്കോ. ആ ചെക്കങ്ങട് വാടാ. വാ, നീ വാ. ഞാൻ വന്നോ. മനുഷ്യർ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ തവലോട്ടുന്ന താളം പിടിക്കുന്നല്ലടാ, പിന്നെ കൈവിറക്കുന്ന. ഇത് പ്രശ്നവും. നമുക്കിവിടുന്ന് പോവാം. അയാളുടെ മോന്ത കണ്ട അറിയാം. എടാ നീ ധൈര്യമായിട്ടിരിക്കടാ. ഞാനില്ലടാ നിന്റെ കൂടെ. ഹലോ ഡോക്ടറല്ലേ? ഞാൻ വാസുദേവ. ഡോക്ടറെ തരുന്ന മരുന്നൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സംസാരത്തിന്റെ ക്ലാരിറ്റി അങ്ങോട്ട് ശരിയായി വരുന്നില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് എന്തെങ്കിലും തരാമോ ഡോക്ടർ? എങ്കിൽ എൻ്റെ സംസാരം ചിലപ്പോൾ ശരിയായി വരും. ഹലോ 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 വച്ചാ അല്ല, അവര് തന്നതാ. അയാള് പോലീസിന് വിളിക്കാന്ന് ഉറപ്പാ. എടാ നമുക്കിവിടുന്ന് പോവാം. ഞാൻ ഉണ്ടല്ലോ ഭായി. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കണേ? ദേവനാരായൺ സൈൻ ചെയ്ത് ചെക്ക, അല്ലാതെ നമ്മൾ കള്ളൊപ്പിട്ടൊന്നും അല്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കും. ഹലോ ഹലോ, ദേവനാരായണ സാറല്ലേ? അതെ, ദേവനാരായൺ തന്നെയാ. ഞാൻ കുമത്താണ്. 3 കോടിയുടെ കാശ് ഇതേ 3 കോടിയുടെ ക്യാഷ് ചെക്ക് ഇഷ്യൂ ഇട്ടുണ്ടാ? ഞാൻ കൊടുത്തുവിട്ട ചെക്കാണ്, പാസ്സാക്കിക്കോളൂ. ഞാൻ ഏറ്റു സാർ. വേറൊന്നുമില്ലല്ലോ. ശുംഭൻ. ഹലോ ഹലോ
നിങ്ങളിൽ ആരാ ജോൺ? ദേവനാരായണന്റെ ആരാ? ദേവനാരായണന്റെ ആരാ സാറ് ചോദിക്കുന്നേ? അത് ഒരു ആക്സിഡന്റ്. അല്ല കസിനാണ് സാർ. കസിൻ. കസിൻ. ഹായ്. കൈ കൊടു, കൈ കൊടു. I'm coming. Oh, don't come back. Very please. It's my pressure. സാർ ഒരു സെക്കൻഡ്. 1 second. സാറേ യുവമാരെ കൊണ്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യിച്ചാലോ? ഇയർ എൻഡിംഗ് ഒക്കെ വരുമല്ലേ? Open here. Come. മിസ്റ്റർ ജോൺ, ഇത്ര എമൗണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല. മെയിൻ ബ്രാഞ്ചിൽ പോകണം, ക്യാഷ് കളക്ട് ചെയ്യണം. അതിന് 1 മണിക്കൂർ സമയം വേണ്ടി വരും. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലൂടെ കാശ് എടുക്കാമല്ലോ. നല്ലൊരു എമൗണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. ഓക്കെ. Okay. ഓക്കെ അല്ല സാർ, ഞങ്ങൾക്ക് ക്യാഷ് മുഴുവൻ ഇപ്പൊ തന്നെ കിട്ടണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യലൊക്കെ പിന്നൊരിക്കലാവാം. അതെ. സാർ അക്കൗണ്ട് എടുപ്പിക്കല് പാളി. ഇനി ഇൻഷുറൻസ് എടുപ്പിക്കാൻ ശ്രമം നടത്തിയാലോ? Everything that you want to get. Take a pass. Take a pass. വെയിറ്റ്. എന്തിനാണ് പുള്ളി ടെൻഷൻ ആവണേ? ഞാൻ ഇരിക്കില്ലേ? ഇവിടെ എങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഇത്ര നേരം? കുറെ സമയമായില്ല. അല്ലാനി ലോക്കായി അവര്. കാശും കൊണ്ട് അവന്മാര് പുറകിലൂടെ എങ്ങാനും മുങ്ങിയ. ഞാൻ ചെയ്താലും അവന്മാരെ ചെയ്യൂല. പോലീസല്ല, പട്ടാളമുള്ള AK-47. അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് ചാവി അവിടെ തുറക്കണില്ലല്ലോ. റബ്ബേ, പുറത്തായതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇവ ഇവിടെ ഓട്ടോ എവിടെ ഇട്ടിട്ട് എവിടെ പോയി കിടക്കാണ്? പട്ടാളം പോയാ? ആരെണ്ട നോക്കണ? കുഴപ്പമായാ? എടാ നീ ഇതെവിടെ പോയി കിടക്കിരുന്നു? ഞാൻ വാച്ചിങ്ങിലല്ലേടാ നിങ്ങൾക്ക് വേണ്ടിട്ട്. വാച്ചിക്ക? നീ എന്തിനാടാ അണക്കണ? ആകാംക്ഷ കൊണ്ട് ചെമ്പ് പുഴ കിട്ടിയാ? കിട്ടി. കിട്ടിയാ? കിട്ടിയടാ. ഉമ്മാനാ? നിങ്ങ വഞ്ഞണ്ടാ? ഞാൻ പോണില്ല. താനെന്താ ഇതുവരെ വൃത്തിയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര വൃത്തിയുള്ള ആൾക്കാരെ ആദ്യമായിട്ട് കാണുമോ? താങ്ക് യു. വെയിറ്റ്. അളിയ യഥാർത്ഥത്തിൽ നമ്മളല്ലേ ഗുണ്ടകള്? അതെ. അവന്റെ നോട്ടവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അവനാണ് ഗുണ്ടെന്ന് തോന്നും. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു കൂട്ടും. ഞാനും. ഒന്നും മനസ്സിലാവില്ല പോലും. ഇതേ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. സാർ. സാർ ഞാൻ എല്ലാവരും
സ്ലോ മോഷനിൽ നടന്നു വരാൻ ഇവന്മാരാരാ? അമൽ നീരുന്നിന്റെ പടത്തിലെ നായകന്മാരാ. പെട്ടെന്ന് വാടാ. ഇല്ല, ഈ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, അതുകൊണ്ട് ചെക്ക് പാസ്സാവൂല. ഒന്നുകൂടി ശ്രമിച്ചു നോക്ക. എത്ര ശ്രമിച്ചാലും എനിക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. സാർ എത്ര പറയാൻ ശ്രമിച്ചാലും ഇത്രേ പറയാൻ പറ്റൂ. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഈ അക്കൗണ്ടിൽ പൈസ ഇല്ല, അതുകൊണ്ട് ചെക്ക് പാസ്സാവാൻ പറ്റില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, തിരിച്ചിങ്ങോട്ടൊന്നും തരാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് കുറെ കിട്ടിയിട്ടുള്ളതാണ്. ഈ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള ആളല്ല വേറെ അതായത് ഈ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നു. 2 ചെറുപ്പക്കാർ കുറച്ചു മുമ്പ് ഒരു ചെക്കുമായി വന്ന് 3 കോടി രൂപ വിഡ്രോ ചെയ്തു. അവന്മാരെങ്ങനെ ഇരിക്കും? അവന്മാരെങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞു. അവന്മാരെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഷർട്ടിൽ നിന്ന് കൈവിട്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെന്താണോ നിന്റെ ഷർട്ടിലാണോ വായിരിക്കുന്നത്? ഷർട്ടിലല്ലേ ഇരിക്കുന്നത്, വായി തന്നെ ഇരിക്കുന്നത്. എന്താണ് അവന്മാരുടെ പേര്? ജോൺ. ആരാടാ ഈ ജോൺ? ആരാടാ ഈ ജോൺ? ആരാടാ ഈ ജോൺ? ആരുടെ ഈ ജോൺ? അവർ 2 പേരുണ്ടായിരുന്നു, അതിൽ ഒരാളാണ് ഈ ജോൺ. കാശ് എടുത്തു ബോസിനെ വിളിക്കണം. ബോസ്, അവൻ നമ്മളെ ചീറ്റ് ചെയ്തു. ആ ദേവനാരായണൻ തന്ന ചെക്ക് വണ്ടി ചെക്കാണ്. അപ്പൊ അവൻ നമ്മളെ ചതിക്കായിരുന്നല്ലേ? ഒരു ചെക്ക് തന്ന് നീ എന്നെ ചീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ? ഇതിന് നിനക്കുള്ള ശിക്ഷ മരണമാണ്. നീ എന്താ സ്വപ്നം കാണുകയാണോ? സ്വപ്നമൊന്നുമല്ല, നടന്നൊക്കെ സത്യ. എന്ത് സത്യം? എന്താ മോനെ, നിനക്കെന്താ പറ്റിയത്? വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. ഒന്നുമില്ല പച്ച. ചേട്ടൻ വല്ല ലവ് അഫെയറിലും കുടുങ്ങിയോ? ആകെപ്പാടെ ഒരു ചേഞ്ച്. ഒന്ന് പോടി അവിടുന്ന്. ലവ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലേ ഇപ്പൊ? അപ്പൊ സിറ്റുവേഷൻ ഒത്തു വന്നാ ചെയ്യുമല്ലേ? നിന്റെ ടെൻഷൻ എന്താണെന്ന് അപ്പച്ചൻ അറിയാം. ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോ നമുക്കൊരുമിച്ച് ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇന്നലെയും ബാങ്കിൽ നിന്ന് ആള് വന്നിരുന്നു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനായിട്ടുണ്ടാക്കി വെച്ച കടങ്ങളല്ലേ, ഞാൻ തന്നെ തീർത്തോളാം. കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്നാ മാത്രം മതി. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 കോടി രൂപ കയ്യിൽ വന്ന ദിവസമാണെന്ന്. ഫ്യൂച്ചർ പ്ലാനൊക്കെ ഓർത്ത് കണക്കൂട്ടിയിരിക്കുമ്പോ ആര് വിളിച്ചാലും ചവിട്ടിയാലും താൻ അറിയില്ല. അതുകൊണ്ട് നിന്നെ ഞാനങ്ങ് കൊല്ലാൻ പോവാ, നീ പോലും അറിയാതെ. Idiot! വെടിവെക്കുന്നതിനെ പൈസ എടുത്തതാണ്. എല്ലാവരും ഉണ്ട് സാർ, ഞാൻ മാത്രമല്ല പൈസ എടുത്ത്. സാർ വെടിവെക്കില്ലേ? എടാ ജോണേ, എന്താടാ ജോൺ? പോലീസും ദേവനാരായണൊന്നും അല്ല. പോലീസോ ദേവനാരായണോ? എടാ ഇത് അപ്പച്ചനാടാ. സ്വപ്നം കാണായിരുന്നോ നീ? എന്താടാ ഇത്? വാ ഇങ്ങോട്ട് കയറിയിരിക്കും. ആരാടാ ഈ ദേവനാരായണൻ? അയാൾ ഇവിടെ വന്നോ?
നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ ഒരു ദേവനാരായണൻ നിന്നെ കൊല്ലാൻ വരുന്നു എന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അത് അപ്പച്ച ഈ ദേവനാരായണന്റെ കാറുമായിട്ട് അന്ന് ആക്സിഡന്റ് ഉണ്ടായി. ഓ, അപ്പൊ അതാണ് സംഭവം. കിടക്കാൻ നേരത്ത് കുരിശു വരച്ച് കിടന്നില്ലെങ്കിലേ ഈ ദേവനാരായണൻ സ്വപ്നത്തിൽ നിന്നെ കാറിടിച്ചു കൊല്ലാൻ നോക്കും. ചേട്ടാ, ചേട്ടനെ കാണാൻ വേണ്ടി 2 ട്രോഫി ഒന്നിപ്പുണ്ട്. ട്രോഫിയാ? ആ, ജനാർദ്ദൻ ട്രോഫിയും ജാഫർ ട്രോഫിയും. ചെല്ല് ചെല്ല്. പ്രമുഖ വ്യവസായി ദേവനാരായണൻ സ്വയം വെടിയേറ്റ് മരിച്ച നിലയിൽ. പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇനി 3 കോടി എനിക്ക് സ്വന്തം. എന്താന്ന്? അല്ല, നമുക്ക് സ്വന്തം. അങ്ങനെ പറ. ഒരു കണക്കിന് ആള് ചത്ത് നന്നായി. ഇന്നലെ രാത്രി ദേവനാരായണനെ കൊല്ലാമെന്നറ സ്വപ്നത്തില്. മച്ചാനത് ഡ്രീം അല്ലേ? അയ്യോ, എന്നെ തന്നെ ഡ്രീംസിൽ എത്ര പേര് കുത്തിക്കൊന്നേക്കണ്. ഞാൻ തന്നെ എത്ര പേര് കുത്തിക്കൊന്നെന്ന് അറിയാവോ? ഫോർ എക്സാമ്പിൾ, 3 വയസ്സുള്ളപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ബദൂരി വാപ്പ ഉണ്ടല്ലോ, അതിന് 10ഓ 15ഓ പ്രാവശ്യം നമുക്ക് കുത്തി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. എന്റെ പൊന്നുപുറം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി അങ്ങാട് നമ്മുടെ ടൈമാണ്. ഇത് പടച്ചോനായിട്ട് തന്നാണ് ബൈ. നത്തിങ് ദാറ്റ് സിമ്പിൾ. ലൈഫിൽ ഈ ടെൻഷനും പണ്ടാറൊക്കെ ആയിട്ട് നടന്നാ മതിയാ. സോ ഇനി നമ്മളങ്ങാട് അടിച്ച് പൊളിക്കാൻ പോണേന്. ബ്രോ ഒന്നും പറയണ്ട, നമ്മളെല്ലാം തീരുമാനിച്ചു. വിളിക്കല്ലേ? അപ്പൊ സ്റ്റാർട്ടർ ഓർഡർ മോനെ അവിടെ വേണ്ട, ഇങ്ങോട്ട് വാടാ. എന്താ സാർ വേണ്ടത്? ഇപ്പൊ എന്താണ് ഇവിടെ കഴിക്കാനുള്ളത്? ഇപ്പം കഴിക്കാൻ ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. പ്രമുഖ വ്യവസായി ദേവനാരായണൻ മരിച്ച നിലയിൽ. നിർത്തിയിട്ട കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നഗരാതിർത്തിയിൽ നിന്നും മാറി ഒരു സ്വകാര്യ ക്വാറിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കാർ. മൃതദേഹം ദേവനാരായണന്റേത് തന്നെയാണെന്ന് പോലീസ് നിഗമനം. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 ചെറുപ്പക്കാരിലേക്കാണ് കേസ് വിരൽ ചൂണ്ടുന്നത്. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവരിതോടെ പോയി? എടാ, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ആദ്യം വെടിയേറ്റ് മരിച്ചെന്നും ഇപ്പതേ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലെന്നും. വെടിയേറ്റന്നായിരിക്കും ബായി പടിയായിട്ടുണ്ടാവുക. എടാ, പിന്നെ ഈ കാറല്ലേ ഫയർ ചെയ്യണ സമയത്ത് പെട്രോളൊക്കെ അങ്ങോട്ട് ലീക്കായി കത്തി പിടിച്ചായിരിക്കും. എടാ ജോണേ, ഏതായാലും സീൻ അങ്ങാട് ഫിനിഷായി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ടൈപ്പ് സാധനങ്ങൾക്ക് ഇങ്ങനെ തീരുള്ളൂ. ഈ കോടീശ്വരന്മാരാൻ പറ്റില്ല, കത്തിക്ക് കുത്തിറ്റും കത്തിക്കറിഞ്ഞും ഭയങ്കര കളർഫുൾ ആയിട്ട് അവന്മാർ മരിക്കുള്ളൂ. എന്നാലും ഷോ ഉള്ളൂ. ഇതൊക്കെ വിട്ട സ്ഥിര ഹാബിറ്റാണ്. മച്ചാനെ, ഇനി നമ്മൾ ഇവിടെ നിന്നാലേ പണിയാവും. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് സ്കൂട്ടായാല. എങ്ങോട്ട്? എങ്ങാടായാലും നമ്മ ഇവിടുന്ന് സ്കൂട്ടാവണം, അതാണ് സേഫ്. എടാ, ഇവന്റെ ഒരു അമ്മാവനില്ലേ, ഒരു ചെറ്റ ശശി, ഊള ശശി. എടാ പോർക്കത് ദുബായിലല്ലേ? എടാ, കാശെറിഞ്ഞ ദുബായല്ല, അങ്ങ് ഉഗാണ്ടവരിപ്പോ കൂടെ ഇരിക്കല്ലേ ബൈ കയ്യില്. അത് മാത്രല്ല ബ്രോ, വൺസ് അപ്പോൺ ദ ടൈം ദുബായ് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അവ അത് നിന്നെ കുറെ പണിടിപ്പിച്ചല്ലേ. ആ പ്രതീക്ഷയിൽ ആ പോർക്കിന്റെ ഷഡ്ജം വരെ നീ ഭാഷ ചെയ്ത് കൊടുത്തിട്ടില്ലേ. ഇപ്പൊ അയാള് മാത്രല്ല നമ്മയും കോടീശ്വരനാണ്ടാ. ബ്രോ, ഇങ്ങനൊരു ചാൻസ് ലൈഫിൽ കിട്ടൂലാട്ടാ. എടാ, അതിന് ടിക്കറ്റും വിസയൊക്കെ വേണ്ടേ? അതിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. പറ്റിയൊരു ട്രാവൽ ഏജൻസി നമ്മുടെ കയ്യിലുണ്ട്. ഒരു മുറ്റ് സാധനം. ഈ ഗഫൂർക്ക അകത്തുണ്ട്. ഫ്ലൈറ്റ് നമുക്ക് തിരിച്ചു വിടാം. അത് വലിയ പോലെ. വലൈക്കും സലാം. ഞങ്ങള് ജനാർദ്ദന്റെ ഫ്രണ്ട്സാ. ഏത് ജനാർദ്ദനൻ? അല്ലാ, പണ്ട് നമ്മൾ സൗദിക്ക് വിട്ടിട്ട് അവിടുത്തെ ഷെയ്ക്കിന്റെ കെട്ടുകൾ അടിച്ചു മാറ്റി മുങ്ങിയ ആ പഹനാണോ? അയ്യേ, ആ പോർക്കല്ല, ഇത് നമ്മുടെ ജോനാപ്പറമ്പിൽ ജനാർദ്ദനൻ. ഓഹോ, മനസ്സിലായി. നമ്മള് 38 കൊല്ലം വെളി കാറ്റിച്ചിരിക്കുന്ന ആ പഹൻ. അല്ല, എന്നിട്ട് ഓനോ ഇവിടെ? അവൻ അവന്റെ ചേട്ടന്റെ കേസിന്റെ കാര്യത്തിന് വക്കീലെടുത്ത് പോയിരിക്കേ. ഓഹോ, ആ നിങ്ങൾ വന്ന കാര്യം? ഞങ്ങൾക്ക് ദുബായിക്ക് പോകാൻ വിസയും ടിക്കറ്റും വേണം. അത്രേ ഉള്ളൂ? ഉരുവില് വേണോ ഫ്ലൈറ്റിൽ വേണോ? ഏത് ഗുരു? ഉരു അല്ല, ഉരു പത്തേമാരി. മറ്റേ ഉരുലാകുമ്പോ പാട്ടും പാടി കളിച്ച് ഇരിച്ച് 5 ദിവസം കൊണ്ട് ടൈം എടുത്ത് അങ്ങനെ അവിടെ എത്താം. മറ്റേ ന്യൂ ജനറേഷൻ ഫ്ലൈറ്റ്, ഡാ പോയി ഡാ വന്നു. ഇതൊക്കെ നമ്മളങ്ങനെ കയറ്റി വിട്ടോല. ഉരു പോയി രക്ഷപ്പെട്ട ടീമാണത്.
ഞമ്മക്ക് എങ്ങനെ വേണപ്പോ? നമുക്കെന്നാ ഉരുവില് പോവാല്ലേ? പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് പോവാ. ഫ്ലൈറ്റ് മതി. മതി, ഇത്രയല്ലേ ഉള്ളൂ. ഗഫൂറേ, എന്താ സാർ? ഒരു ഗഫൂറിനെ വിളിക്കുമ്പോ എല്ലാ ഗഫൂർമാരും കൊണ്ട് ഓടി വരും. ആ ഒരു ഗഫൂർ ഇവിടെ കേട്ടെ, ബാക്കി ഗഫൂർമാരൊക്കെ പോയിക്കോളി. ഇവിടെ എല്ലാവരും ഗഫൂർമാരാണാ? ഗഫൂർ എന്ന് പേരുള്ള ആളുകളെ മാത്രമേ ഞാൻ ഇവിടെ സ്റ്റാഫായിട്ട് വെക്കുള്ളൂ. എനിക്ക് ആ പേരിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പോഴേ എത്രയും പെട്ടെന്ന് ഇവരെ വിസയും ടിക്കറ്റും റെഡിയാക്കി കൊടുക്ക്. ചെല്ലേ. ശരി സാർ. ആട്ടെ, എന്താ ദുബായിൽ വിശേഷിച്ച്? പണിക്ക് പോവാ? അല്ലല്ല, പണി കൊടുക്കാൻ പോണേണ് ഇവന്റെ അമ്മാവനിട്ട്. ഏറെ ആളുകളെ നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട് പണി എടുക്കാൻ. ഇത് പണി കൊടുക്കാൻ പോകണമെന്നുള്ള നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. ഏതായാലും നിങ്ങളെ കാര്യം അള്ളാഹു സലാമത്താക്കി തരട്ടെ. എടാ ജോണേ, ജീവിതത്തിൽ ദുബായി പോകാൻ വിധിയുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. പിന്നല്ലാതെ. നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇവിടുത്തെ പ്രോപ്സ് ഒക്കെ ഒരുവിധം ഒതുക്കിയിട്ടല്ലേ ബൈ നമ്മൾ പോണത്. അതുകൊണ്ട് വീട്ടുകാരുടെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. സോ വി ആർ ഗോയിങ് ടു ഇത്രയും വലിയ ഭായി പറഞ്ഞ് ഇവന്മാർ ഏത് ഭായിയെ കാണാൻ എങ്ങോട്ടാ? ഭായി എന്ന് പറയുന്നതിന് മുമ്പ് എന്തോ ഒരു ഹിന്ദി വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്. അലി ഭായ് അല്ല, ഓംബായ് അല്ല, നീ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്ക്. എന്താ മുകളിലോട്ട് നോക്കുന്നത്? സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുമ്പോ എല്ലാരും മുകളിലോട്ട് നോക്കാറാണ്. എന്നാ ഞാൻ നോക്കട്ടെ. സോ വി ആർ ഗോയിങ് ടു ദുബായ്. കിട്ടി. സോ വി ആർ ഗോയിങ് ടു ദുബായ്. വെറും ഭായി അല്ല, ദുബൈക്കാണ് അവന്മാര് പോകുന്നത്. ദുബായിലേക്കാ? അവന്മാരെന്തിനാ ദുബായി പോകുന്നത്? അതറിയണേ അവന്മാരോട് തന്നെ ചോദിക്കണം. എന്നാ ചോദിക്കാം. എങ്ങോട്ട് പോന്നു? ചോദിക്കാൻ. നമ്മൾ ഗുണ്ടകളാണ്, മണ്ടന്മാരല്ല. എങ്കിലൊക്കെ. ബോസ് എന്താ ആലോചിക്കുന്നത്? 3 കോടി രൂപ. 3 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. അതൊരു പീറ ചെറുക്കം കാരണം. കിട്ടിയ 10 ലക്ഷം രൂപയാണ് പലിശക്കാരനും കൊണ്ടുപോയി. ഇനി എന്തോന്നിടത്ത് ചെലവാക്കും? ചതിക്കുന്നവനെ ഹോനായി വെറുതെ വിടില്ല. അവൻ ഏത് ദുബായി പോയി ഒളിച്ചാലും നമ്മൾ കണ്ടുപിടിക്കും. അതിനുവേണ്ടി വീണ്ടും പണം പലിശക്ക് എടുത്തിട്ടാണെങ്കിലും നമ്മളും ദുബായിക്ക് പോകും. വിളിക്കടാ പലിശക്കാരൻ, എടുക്കടാ ടിക്കറ്റ് ദുബായിക്ക്. ദുബായ് മൊത്തം ഇരുട്ടാണല്ലോ. ബ്രോ, അത് കണ്ട ജോൺ ജാഫർ ജനാർദ്ദനൻ നമ്മുടെ എഴുതി കൊണ്ട് പച്ചു നിൽക്കണേ. ഹായ് ബഡീസ്. ഇതാരാണെന്ന് അറിയാം? ഇതാണ് ക്രിസ്റ്റഫർ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. വർഷങ്ങളായിട്ട് ഷാർജയിലാണ്. ഞാൻ ഇന്നലെ എന്നെ വിളിച്ച് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരാ? നമുക്കെല്ലാം അറിയുള്ളൂ. ഇത് ജാഫർ, ക്രിസ്റ്റഫർ. ഇത് ജോൺ. ഹായ് ബഡി. ഇവന്റെ കാര്യം അവര് വരുന്നില്ലേ? അത് വേറെ. എന്നാലും രസത്തിന് വരായിരുന്നു. ബോസ്, എന്താടാ? നമ്മളെ റിസീവ് ചെയ്യാൻ ആരൊരാൾ വരുമെന്ന് പറഞ്ഞിട്ട്? ഒരു രഹസ്യ കോഡും പറഞ്ഞ ഒരാൾ ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. എന്തു കോഡ്? സാധനം കയ്യിലുണ്ടോ? അങ്ങനെ വല്ലതും? അതൊക്കെ പഴയ നമ്പർ അല്ലേടാ, ഇതൊരു ന്യൂ ജനറേഷൻ കോഡാ. ബോസ് വൃത്തിയോട് പറയുന്നു. എന്റെ നാവിന്റെ തുമ്പത്ത്. അത് കൊള്ളാം. ഫാസിലിന്റെ പടത്തിന്റെ പേര് പോലുണ്ട്, എന്റെ നാവിന്റെ തുമ്പത്ത്. അതല്ലടാ, ആ കോഡ് എന്റെ നാവിന്റെ തുമ്പത്തുണ്ടെന്ന്. നോക്ക്, സുഖമാണോ? യെസ്, സുഖം വേണോ? എനിക്ക് വേണ്ട. എടാ പോത്തെ, സുഖം വേണോ? അതാണ് കോഡ്. ഓ, സുഖം വേണോ? സുഖം. എടാ, ആ കോഡും പറഞ്ഞ് അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനൊന്ന് സെർച്ച് ചെയ്യാം, നിങ്ങളൊന്ന് നോക്ക്. ഓക്കെ ബോസ്. സുഖം വേണോ? സുഖം വേണോ? Hello. Welcome, Srinivasan sir. How was your journey? Fine. Right. Please meet our special investigation officer. Hello. Marhaba. Please. Thank you. Excuse me. Yes. Are you Malayali? ആണെങ്കിൽ സുഖം വേണോ? What?
സുഖം വേണോ? സോറി, നല്ല തുടക്കം. സെറ്റപ്പ് വണ്ടിയല്ല അളിയ. ബായ് ഇവിടെ നൈറ്റ് ക്ലബ് ഒക്കെ ഉണ്ടാ? എല്ലാം ഉണ്ട്. പിന്നെ ഫുൾ സെറ്റപ്പ് അല്ലേ ദുബായ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവ നോക്കിക്കോളും കേട്ടാ. നിന്റെ കൂടെ ഫേസ്ബുക്ക് കൊണ്ടുണ്ടല്ല, ഇന്നാടൊരു ഉപകാരം ഉണ്ടായിരുന്നു. നീ മുത്താണ്ട ചക്കട മുത്ത്. എക്സ്ക്യൂസ് മീ, സുഖം വേണോ? സുഖം വേണോ? സുഖം വേണം. വേണോ? ആ കോഡ് പറഞ്ഞാണ് അല്ലേ? അല്ല അതല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വൃത്തിയേട്ടവൻ ഗുണ്ടകളെ പോലും വെറുതെ വിടില്ല. ഇനി സുഖം വേണ്ട. അണപ്പല്ലി പോയെന്ന് തോന്നുന്നു. കിട്ടിയോ? ആ എനിക്ക് കിട്ടിപ്പോ. എന്നാൽ ഇതൊരുമാതിരി മറ്റേടത്തെ കോഡായി പോയി. ഇനി ഇങ്ങനെയുള്ള കോഡും പറഞ്ഞു നടന്ന ദുബായ് പോലീസിന്റെ കയ്യിൽ നിന്നും കിട്ടും. അയ്യോ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ബാക്കിയൊക്കെ ഹോട്ടൽ കോറൽ ബീച്ചിൽ ചെന്നിട്ട് സംസാരിക്കാം. ഹോട്ടലിന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ. യു ആർ ബ്രില്യന്റ് ബോസ്. കേറിക്കോളൂ. ഇല്ലെങ്കിൽ ഈ റോഡിൽ കിടന്നുറങ്ങണ്ടാവുന്ന. അത് നീ എന്താടാ അങ്ങോട്ട് നോക്കി. ഇത് അവന്മാരല്ലേ? എടാ, അതിന് നമ്മൾ എന്തിനാടാ കുനിയുന്നത്? നമുക്ക് അവന്മാരല്ലേ അറിയൂ, അവന്മാർക്ക് നമ്മളറിയില്ലല്ലോ. മണ്ടന്മാര്. ആശ്വാസായി. ബോസ് ഒന്ന് നോക്കിയേ. എങ്ങോട്ട്? ദേ അങ്ങോട്ട് നോക്കിയേ. അയാൾക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ശ്രീനിവാസൻ. എടാ കുനിഞ്ഞോ? ഇയാളെങ്ങനെ ഇവിടെ എത്തി? അയാളുടെ ജോലി തന്നെ നമ്മളെപ്പോലുള്ള കള്ളന്മാരെ പിടിക്കലാണല്ലോ. അതുകൊണ്ട് ഈ സൈസ് ഐറ്റം ദുബൈ മാത്രമല്ല, അങ്ങ് ഉഗാണ്ട വരെ കാണും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല പണി ഉറപ്പാ. ബോസുകാരനെ അയാളിപ്പോ സസ്പെൻഷനില്. ബോസ് ജയിലിൽ നിന്ന് ആരോടും പറയാതെ പുറത്തിയാടിയില്ലേ? അപ്പൊ ഇയാളെ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞുകൊണ്ട് പുറത്താക്കി. സസ്പെൻഷൻ. അപ്പൊ ഇയാൾ എന്നെ തേടി തന്നെ വന്നതാ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പായി ബോസ്, ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും കുനിഞ്ഞു തന്നെ നടക്കേണ്ടി വരും. സിഗ്നൽ ആയെങ്കിൽ വണ്ടി വിടറാ. എന്റെ പള്ളി. പള്ളിയല്ലടാ ഇത്, ഹോട്ടലാണ്. ഹോട്ടല് എനിക്കറിയാടാ പോർക്കെ, ഒരു ബിൽഡപ്പിന് വേണ്ടി ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാണ്. കുറച്ച് ഡീസന്റ് ആവും. ഇതിന്റെ കൊച്ചിയല്ല, ദുബായ്. ദുബായ് കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം. ദുബായ് പഴയ ദുബായ് അല്ല. പക്ഷെ ജാഫർ ഉണ്ടല്ല. ഒന്ന് ഇവിടെ വാടാ. ചുമ്മാ നമ്മ ഡീസന്റ് ആയിട്ട് നടക്കണോട്ടോ. ഡീസന്റ് ആയിട്ട് നടക്കാം. ഞാൻ പാർക്കാണ്. ഇപ്പൊ നോക്കിക്കോ. എന്താ അവന്റെ കാര്യത്തിൽ തീരുമാനമായാളിയാ.
ഇത് പാർക്കല്ല, ഇത് വേറെ എന്താ? അയ്യോ ഇത് കറങ്ങനെ പിടിക്കടാ. എടാ, ആരും വിളിക്കടാ ഒന്ന്. നിർത്ത് പിള്ളേര് കളിക്കാണ് നിർത്ത്. തമാശക്ക് തുടങ്ങിയാണ്, സീരിയസ് ആയി. എന്ത് കാണിക്കാണ്? ഭായ് വന്നില്ലെങ്കിൽ കുടുങ്ങി പോയനെ ഭായ്. നമ്മ ആദ്യം കളിക്കണ പാർക്കാന്ന് വിചാരിച്ചേ. പാർക്കല്ലടാ പോർക്കെ. ക്രിസ്റ്റഫർ ഇല്ലെങ്കിൽ കുടുങ്ങി പോയനെ. നിനക്കൊന്നും പറ്റില്ല. ഫ്ലവർ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണേ. അതങ്ങ് തട്ടിമറിച്ചിട്ടില്ല, ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുവരും. Sure, ma'am. Thank you. Welcome. Yes. Yes. May I help you? Yes, help you. Are you in Indian? No. For Tucci. We have already booked here. Okay. Yeah. Hi, Christopher. How are you? My friend Janardhan. Okay. Jafar. Hi. Hi. Okay. I am John. Yeah. Tara, third floor seaside room ഒക്കെ ഉണ്ടല്ലേ? Actually, we have a booking here. This is your room number, sir. Okay. Very good. Thank you. Welcome. You looking very nice. Sorry. Sorry. Yeah. Okay. See you later. Okay. ദുബായ് വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. നീ നേരത്തെ വന്നിട്ടുണ്ടാ? ഇല്ല, ഒരു സ്ഥലമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, അല്ലേ ബോസ്? ഒരു മാറ്റം ഞാനും മനസ്സിൽ കാണുന്നുണ്ട്. യെസ് ബോസ്. നിങ്ങളെ രണ്ടുപേരെ മാറ്റുന്ന കാര്യമോ പറഞ്ഞത്? ബോസ് ബോസ്, നമ്മളെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ ആളെ കണ്ടില്ല. ആ വരും. ഇനി പോണ ഹോട്ടലിലെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? ബോസിന് അവന്റെ നമ്പരെങ്കിലും ഒന്ന് വാങ്ങാമായിരുന്നു. അവന്മാരങ്ങനെ നമ്പറൊന്നും തരില്ലടാ. അവന്മാർക്ക് ഫോണില്ലേ? അതല്ലടാ പൊട്ട. യെസ്. അവന്മാരുടെ നമ്പർ നമുക്കും തരില്ല, നമ്മുടെ നമ്പർ അവന്മാർക്കും കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ചെറിയ രഹസ്യ ഏർപ്പാടുകളാ. അതുകൊണ്ട് ചില കോഡുകൾ വെച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇതിനെയാണ് രഹസ്യ കോഡെന്ന് പറയുന്നത്. യാ, റിയൽ. യു ആർ ബ്രില്യന്റ് ബോസ്. Hi. Hello. He is GM of hotel. Welcome to Coral Beach Hotel. Thank you. Please come. Give the key. Take it, sir. Your key. Have a nice day. This is our special guest. Okay. Take care of him. Sure, sir. എന്റെ പൊന്നു കൊട്ടാരോ എന്തി കാണുന്നത്? ഇതൊക്കെ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര ലോസ് ആയി പോയെന്ന് മച്ചാനെ. അങ്ങനെ നമ്മ ദുബായിൽ എത്തിയണ മക്കളെ. അയ്യോ, ഇതേ കഷ്ടം പോണ് പിടിക്കണ. പേടിച്ചു പോയ മനുഷ്യൻ. പിന്നെ പിടിക്ക്. ഹലോ ബഡീസ്. എന്താണ് ഇവിടെ ഇരിക്കുമ്പോ കറക്റ്റ് നിങ്ങൾ ഇരിക്കുമ്പോ കറക്റ്റ് നീങ്ങിന്ന? അത് കൊള്ളാല മോനെ. ഇത് ദുബായ് ആണ്, ദുബായ്. കംപ്ലീറ്റ് റിമോട്ടിൽ കിട്ടും. ഇത് കേട്ടാ, എല്ലാ റിമോട്ടിലാണ്. എല്ലാം റിമോട്ടിലാണ്. നിങ്ങൾ എന്താ ആൾക്കാരാണ്? അതൊന്നും റിമോട്ടിൽ കിട്ടൂല. മലയാളികൾക്ക് അത്യാവശ്യം റിമോട്ടിൽ കിട്ടൂല. പിന്നെ എന്ത് ദുബായ് ആണ്ട. എന്നാ ഇറങ്ങട്ടെ പടി. താങ്ക്സ് മച്ചാൻ. നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ ഉടനെ എത്തും. ഓക്കെ. പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നെ വിളിക്ക്. ഓക്കെ. പിന്നെ എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. പിന്നെ ഓക്കെ. ഓക്കെ ബൈ. ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇവിടെ ഈ വൈഫൈ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ബ്രോ, ഇവിടുത്തെ ബാത്റൂം കണ്ട സെറ്റപ്പ് ആണ്ടാ. 2 ക്ലോസറ്റ്, അറ്റയും 2 പേർക്ക് പോവാ. ഭയവന്ന ഒന്നും ഉണ്ടായിരിക്കടാ. ഈ ബാത്റൂമിന്റെ ഒക്കെ കാശിനെ കണ്ടല്ല. നമ്മുടെ നാട്ടിൽ 2 വീട് പണിയാന്ന്. ഇപ്പൊ മനസ്സിലായ? എല്ലാത്തിനും കാശ് വേണോടാ. സോ ബ്രദേശ്, അപ്പൊ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റാന്നുള്ള വലിയ ഭാഗ്യമാണ്. ഞാൻ ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് വരാട്ടാ. പെട്ടപ്പെട്ടൊക്കെയാണ് കയ്യും കാലും ഉരുണ്ട് കയറ്. എന്താ ബോസ്? ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, ബോസിന്റെ കാഴ്ച പോയാ? അതല്ലടാ പറഞ്ഞത്. നമ്മളെ കാത്ത് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഭാഗത്തേക്ക് സെബാസ്റ്റ്യ, വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങണം. എന്തിനു? അല്ല, ചുമ്മാ കറങ്ങി നടക്കാനോ. ആദ്യം നീ ഒരു വീട് വെക്ക്. അത്ഭുതമായിരിക്കുന്നു. ഹോട്ടലിന്റെ അകവും പുറവും ഒരുപോലെ. അത് തന്നെ. കേറി വാടകത്തേക്ക്.
ഭാഗം അവിടെയാണ്. നീ അറിയിക്കും. സോറി. സുഖം വേണമാ, സുഖം വേണമാ, സുഖം. കാലിന് തട്ടിട്ടിട്ടാണോടാ സുഖം വേണമെന്ന് ചോദിക്കുന്നു. Hey, he's our man. Bring him. അയ്യോ. ബോസ്, ഞാൻ ലൂതർ. കൂതറയോ? ലൂതർ ബോസ്. ഓ ലൂതർ, പ്ലീസ് കം. താങ്ക് യു. താങ്ക് യു. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഈ കടാപ്പുറം നോക്കി കിടക്കണം. കൂടെ കുറെ മദാമ്മമാര്. നമ്മളിവിടെ പിക്നിക്കിനല്ല വന്നതെന്ന് ഓർമ്മ വേണം. എന്റെ കയ്യിലെ കാശ് മുടക്കിയാ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൂറിന് വന്നെന്ന് കരുതിയാ പോരെ? ഉണ്ടായിരിക്കടാ. എത്രയും വേഗം അവന്മാരെ കണ്ടെത്തി നമ്മുടെ കാശുമായിട്ട് ഈ ദുബായ് വിടണം. ആ പോലീസുകാരൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് തലവേദനയാ. പിന്നെ രണ്ടെണ്ണം കൂടെ തമാശ കളിച്ച് നടക്കാതെ എത്രയും വേഗം കാര്യം സാധിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. ഞങ്ങൾ മണ്ടന്മാരല്ല, ഗുണ്ടകളാണ് ബോസ്. അതെനിക്കൂടെ തോന്നണം. She's a mystery girl. സാധനമുള്ള എന്ത് ബ്യൂട്ടിയാണ്ടാ. ഹോ, ഇതിനൊന്ന് മുട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊരു വെടിക്കെട്ടാ. ഞാൻ മുട്ടിക്കോളാം. Excuse me, can I meet Mr. Janardhanan? Oh, Mr. Janardhanan. Yeah. I have seen. Hey, he's Yeah, there. yeah, yeah. Whoa, yeah. Thank you. Hi. Hi. ഇതിലാരാ ജനാർദ്ദനൻ? യെസ്, ജനാർദ്ദനൻ. Oh, hi. ജനാർദ്ദനൻ. ആക്ച്വലി ഞാൻ ജനാർദ്ദനൻ. മീ ഐ ദ ഡ്രൈവിംഗ് ലൈസൻസ്. Okay, okay, fine. I'm Maria. Maria George Varghese. ക്രിസ്റ്റഫർ പറഞ്ഞ ഗൈഡാ. ഗൈഡ് എന്ന് പറഞ്ഞപ്പോ ഒരു പെണ്ണാണെന്ന് പറഞ്ഞില്ല. പെണ്ണായത് ഏതായാലും നന്നായി. അല്ല, ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ പഴഞ്ചൊല്ല്. നമുക്കിന്ന് എവിടേക്കാ പോകേണ്ടത്? നമുക്ക് എവിടെ വേണേലും പോവാം. മരിയയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാ? നമുക്ക് അവിടെ പോവാം. അവിടെ പോവാ. ഓ ഷുവർ, കം. ഓക്കെ, നിങ്ങൾ എന്റെ പുറകില് വാട്ടാ. പുറകില്. മാണിക്യം പോലെ ഒളി മിന്നുന്നുണ്ട്, പൂതിങ്കൾ പോലെ ചിരി ചിന്തുന്നുണ്ട്. എന്നും മാണിക്യം പോലെ ഒളി മിന്നുന്നുണ്ട്, പൂതിങ്കൾ പോലെ ചിരി ചിന്തുന്നുണ്ട്. മാനത്തെ സ്വപ്നങ്ങൾ പനിനീരുകൊണ്ടു നനയ്ക്കാം, സ്വർഗത്തിൻ ചിത്രങ്ങൾ മഴവില്ല് കൊണ്ടു വരയ്ക്കാം. ഉടലുകൾ പലതിവരൊരു മനമിവരുടെ നിലവുകൾ ഒരു തരം കാണാൻ വെറുവിരുമതി കനവുകൾ ഒരു ദിനം. മഴയിലും മണലിലും എരിപൊരി വെയിലിലും ഒരു ചെറുകുട മതി, നമ്മൾ ഒരു തടലൊരു തിഴലൊരു മൊഴിയൊരു വഴി. മുകിൽ പുൽകും മാളികയിൽ മായാവേളകളിൽ വിളിച്ചിട
വളച്ചിടാം വരുത്തണം വരച്ചിടം തളയ്ക്കണം നമുക്ക് സുഖങ്ങളെ എന്നെന്നും മാണിക്കം പോലെ ഒളിയുന്നുണ്ടേ നറുപൂന്തിങ്കൾ പോലെ ചിരിച്ചുന്നുണ്ടേ നാളേറും തോറും മെല്ലെ മാറ്റേറും തങ്കം പോലെ നാളേറും തോറും മെല്ലെ മാറ്റേറും തങ്കം പോലെ ചങ്ങാത്തം കാക്കും നമ്മൾ നെഞ്ചിൽ നോവൽ ചെപ്പിനുള്ളിൽ മാണിക്കം പോലെ ഒളി മിന്നുന്നുണ്ടേ പൂന്തിങ്കൾ പോലെ ചിരിച്ചുന്നുണ്ടേ നമ്മുടെ നീക്കങ്ങൾ വളരെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും ഹോനായി ഇവിടുന്ന് രക്ഷപ്പെടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഐ വാണ്ട് യുവർ ഫുൾ സപ്പോർട്ട്. ലാക്ക് ഓഫ് അബദൻ അനമാക്. അദ്ദേഹം ഫുൾ സപ്പോർട്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഇൻഷാല്ലാ. നിങ്ങളിങ്ങനെ അവന്മാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടി ഉപേക്ഷിച്ചിട്ട് എങ്ങനെയെങ്കിലും അവന്മാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവാൻ നോക്ക്. ഗുഡ് ഐഡിയ. ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അവന്മാരുടെ ചെലവിൽ നമുക്ക് ലാവിഷായിട്ട് വെള്ളമടിക്കും ചെയ്യാം. എടാ പൊട്ടന്മാരെ, അതല്ല പറഞ്ഞത്. പിന്നെ അവന്മാര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് അവര് വരും. പിന്നെ നമുക്ക് നമ്മുടെ 3 കോടി രൂപ ഈസി ആയിട്ട് അടിച്ചെടുക്കാമല്ലോ. യു ആർ ബ്രില്യന്റ് ബോസ്. ബ്രില്യന്റ് ഒക്കെ തന്നെ, പക്ഷെ എന്റെ കയ്യിലെ കാശ് തീർന്നോണ്ടിരിക്കുക. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിലേ ഒടുവിൽ എനിക്കത് ചെയ്യേണ്ടി വരും. ബോസ് ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നു. സെബാസ്റ്റ്യൻ സമ്മതിക്കരുത്, നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. ബോസ് മരിച്ചാലും ബോസിനെ ആത്മഹത്യ സമ്മതിക്കില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ? അത് നിങ്ങൾ 2 പൊട്ടന്മാർക്ക് വേണ്ടിട്ടോ? എടാ അതല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ 2 പേരുടെയും കിഡ്നി മുറിച്ചെടുത്ത് വിറ്റിട്ട് ഞാൻ ഉഗാണ്ടയ്ക്ക് രക്ഷപ്പെടും. കിഡ്നി പോയാൽ ഞാനങ്ങനെ മൂത്രമൊഴിക്കും. എടാ നീ കിഡ്നി കൊണ്ടാണോ മൂത്രമൊഴിക്കുന്നത്? നിങ്ങൾ എങ്ങനെ മൂത്രമൊഴിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ പണം കിട്ടണം. അതിനുള്ള മാർഗം ആലോചിക്കാം. ഓക്കെ ബോസ്, അവന്മാരുടെ 2 പേരുടെയും കാര്യം ഞാൻ ഏറ്റു, കൂടെയുള്ള പെണ്ണിന്റെയും. അധികം വൈകാതെ അതിന് വഴി തെളിയായിരിക്കില്ല ബോസ്. തെളിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് കൊള്ളും. കൊച്ചിയിലൊന്നും കാണാനില്ലല്ലോ. നമ്മുടെ അറിഞ്ഞില്ല. അറബിയൊക്കെ വേറെ ഭാഷയിലാക്കിയ. എക്സ്ക്യൂസ് മീ. If you don't mind, give me a newspaper. ഇരുന്നോളൂ. മലയാളിയാണോ? അതെ. എനിക്ക് ആ പത്രം ഒന്ന് വേണമല്ലോ, ആഡ് നോക്കാൻ. ഇതിനകത്ത് ആടില്ല. പരസ്യം നോക്കാനാ. വിരോധമില്ലെങ്കിൽ ഓക്കെ. പെട്ടെന്ന് ആരെ നോക്കിയുള്ളവർക്ക് ഇരിക്കുക. എന്ത് നല്ല മനുഷ്യണ്ടാ. കണ്ടിട്ടുണ്ടല്ല, ഇംഗ്ലീഷ് പടത്തിലെ സിനിമ നടനെ പോലെ ഇരിക്കണ്. ഒടുക്കത്തെ ഗ്ലാമർ. ആര് ആര് ദേടാ കോഫി ഷോപ്പില് കണ്ടാ. ശരി എടാ. ദേവനാരായണ. എടാ എടാ ഇത് ദേവനാരായണ. ദേവനാരായണ അത്. ആരത്? എന്താണ് കാര്യം? എന്താണ് അയാൾ? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ മരിച്ചുപോയി ദേവനാരായണൻ. ആ അത് ദേവനാരായണൊന്നല്ലടാ. നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടാ? അയാൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ട് എത്ര നാളായി? എടാ സംഗതിയൊക്കെ ശരി തന്നെയാ, പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടത് ദേവനാരായണൻ തന്നെയാ. എനിക്ക് ഉറപ്പാ. എനിക്കും. എന്നാ എനിക്ക് ഉറപ്പില്ല. എടാ ഒരാളെ പോലെ തന്നെ 7 പേര് ഈ ലോകത്തുണ്ടെന്നല്ലേ പഴഞ്ചൊല്ല്? ഇവൻ പറഞ്ഞ പോലെ ദേവനാരായണനെ പോലെ ഇനി വേറെ ആരെങ്കിലും ആണെങ്കിലാ? എടാ ഒരിക്കലും അല്ല. എടാ നിങ്ങളും കണ്ടല്ല, അത് ദേവനാരായണൻ തന്നെയാ. ഇതിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇവിടെ കണ്ടത് ഒറിജിനൽ ദേവനാരായണൻ തന്നെയാണെങ്കിൽ അയാൾ ഇനിയും നമ്മുടെ മുന്നിൽ വരും. എടാ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തല പെരുക്കുകയാണ്. നമുക്ക് പുറത്തു പോയി 2 അടിച്ചാലാ? ഇപ്പൊ പറഞ്ഞാണ് ശരി. അടിച്ചു കഴിയുമ്പോണ്ടല്ല നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ?
ഇവിടെയൊക്കെ ഒറിജിനൽ മാത്രമേ ഉള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ഓർക്കെ മദ്യത്തിന്റെ കാര്യമില്ല, ദേവനാരായണന്റെ കാര്യമാണ്. ഇനി ഏത് ദേവനാരായണനായാലും അടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ആ എന്താണ്ടാ എണീറ്റ് അങ്ങോട്ട്. എക്സ്ക്യൂസ് മീ. 1 minute, sir. യെസ്. Anything else? എന്റെ ഇംഗ്ലീഷ് ആൾക്ക് മനസ്സിലായില്ല. ഹലോ. Yes. കുടിക്കാൻ എന്താണ് പറയുന്നത്? ഡ്രിങ്ക്. വി വാണ്ട് മറ്റേ ഡ്രിങ്ക് കുടിക്കാൻ മറ്റേ എന്താ വേണ്ട സാറിന്? മലയാളിയാണല്ലേ? അതെ. എന്നിട്ടാണ് വായിൽ പഴം വിഴിഞ്ഞ പോലെ സോറി സാർ. ആക്ച്വലി വി വാണ്ട് ടോപ്പ് ബ്രാൻഡ് ഡ്രിങ്ക്സ്. പിന്നെ ഇംഗ്ലീഷ് കുത്തിക്കയറ്റും. എന്താ വേണ്ടെന്ന് പറയും സാർ. ചേട്ടാ 3 ബിയർ. ഓക്കെ. ദേവനാരായണ, നിന്റെ അമ്മാവ് ശശി. ഇയാളെന്താ ദേവനാരായണന്റെ കൂടെ? ഇയാൾ ഇവിടെ വന്ന് ഞെട്ടിക്കാനാണ് നമ്മ വന്നത്. ഇപ്പൊ ഞെട്ടിപ്പോയത് നമ്മളും. ഇതെന്ത് സീനാണ് ഭായി? നമുക്ക് നോക്കാം. വാടാ. വന്നിട്ട് ഓട്ടത്തിന്റെ ഒരു എന്താ ഇവർക്കെന്താണ് ഈ വീട്ടിൽ കാര്യം? ഇത് അയാളുടെ വീടായിരിക്കും. ആരുടെ? ഇവന്മാരെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നു? അത് അവന്മാരോട് തന്നെ ചോദിക്കണം. അതിന് നമ്മൾ മണ്ടന്മാരല്ല, ഗുണ്ടകളാണ്. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ആദ്യം അവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇറങ്ങിച്ചല്ലേ. എടാ ജോണേ, നിന്റെ അങ്കിൾ എന്തിനാ അയാളുടെ കൂടെ നടക്കണേ? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഈ ദേവനാരായണൻ പറയണ ബാറിലും പബ്ബിലും ഒക്കെ കയറി സാധനങ്ങളും വാങ്ങി തൂക്കി പിടിച്ചുകൊണ്ട് നടക്കലാണ് പുള്ളിയുടെ ജോലി. ഇവിടെ വന്നത് തന്നെ അതിന് വേണ്ടിട്ടല്ലേ. അത് ശരി. നാട്ടി വരുമ്പോ എന്തൊക്കെ തള്ളാടാ തള്ളണേ. സ്വന്തം ബിസിനസ്, 4-5 സ്റ്റാഫ്, സഞ്ചരിക്കാൻ കാറ്. ഇപ്പൊ കണ്ടല്ലേ? ശരിയല്ലേ? ഇപ്പൊ സഞ്ചരിക്കണ കാറിലല്ലേ? നല്ല തീറ്റണ്ടാ. പോർക്കിന്റെ വയറ് കണ്ട? കണ്ടിട്ട് അയാളുടെ വേസ്റ്റ് തിന്നുന്ന ആളാന്നാ തോന്നുന്നത്. അതാണൊരു ഓഞ്ഞ വയറ്. ഊള ശശി. നമുക്ക് വണ്ടിച്ചേക്കുന്ന മാറി. ഇവനെങ്ങനെ ഇവിടെ? അങ്ങനെ അവന്മാർ 2 പേരും നമ്മുടെ മുമ്പിൽ വന്ന് ചാടി. ഒരു വെടിക്ക് 2 പക്ഷി. പക്ഷെ ആ പക്ഷികളെ പിടിക്കാൻ പറ്റില്ലെന്ന് മാത്രം. അതിനല്ലടാ ബോസ് വെടിവെക്കുന്നത്. ഞാൻ വെടിവെച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഇവൻ മരിച്ചിട്ടില്ല എന്നുള്ളതാ വേറൊരു സത്യം. നല്ല ഉന്നം. ജോണത്തെ നിന്റെ മറിയ. ഇവളെന്താണ് ഇവിടെ? എടാ ക്രിസ്റ്റഫറെ, എന്താടാ ഈ കാണുന്നത്? ഇവള് ഗൈഡാണ് അതോ ഡോണാണ്? അവളെ കണ്ടപ്പോഴേ എനിക്കൊരു പന്തിയുടെ തോന്നിയാണ്. ഞാനത് ഇവനോട് പറഞ്ഞതുമാണ്. ഇവനെപ്പോഴത്തേക്ക് പ്രേമം മണ്ണാങ്കട്ടൊക്കെ തുടങ്ങിയല്ല അവനെ കെട്ടിക്കാനായിട്ട്. നമുക്ക് വണ്ടിച്ചെക്ക് എന്ന നാറി തന്നെയാണ് ഈ നാറിയെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈ നാറിയെ പോലിരിക്കുന്ന ഒരുപാട് നാറികളുടെ സ്ഥലമാണ് ഈ ദുബായ്. എനിക്ക് വണ്ടിച്ചെക്ക് തന്ന നാറി ഇവൻ തന്നെയാണെങ്കിൽ ഇവൻ എന്നെ കാണുമ്പോ ഞെട്ടും, അത് ഉറപ്പാ. ഏതോ നാറി വിളിക്കുന്നു. നീ വണ്ടി വിട് ബോസ്. അപ്പൊ ഇവരെ എന്നാ പണ്ടണോ? ആദ്യം ഇവൻ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് അറിയട്ടെ, ബാക്കിയൊക്കെ അതിനുശേഷം. നീ വണ്ടി വിട്. അപ്പൊ നമുക്കറിയണ എല്ലാവരും ആ ദേവനാരായണന്റെ ആൾക്കാരാണ്. ഇനി നിങ്ങൾ അയാളുടെ ടീമാണ്. എന്ത് വർത്താനോട് പോയി പറയുന്നത്? മരിയ ഒരു നല്ല പെൺകുട്ടിയാ, എനിക്കറിയാവുന്ന കുട്ടിയാണ്. അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ല. അല്ല, നിങ്ങൾ എന്തിനാണ് ഈ അവളെ കാണുമ്പോ പേടിക്കണത്? നിങ്ങളാരേലും കൊന്നിട്ടാണോ വന്നിരിക്കണേ? അതൊക്കെ വലിയൊരു കഥയാണ് ബൈ. ഒരു ദിവസം ഞാനത് പറഞ്ഞു കേൾപ്പിക്കാം. നീ എന്തായാലും നാളെ തന്നെ അവളെ കുറിച്ച് അറിയണം. ദേവനാരായണനായിട്ടുള്ള അവളുടെ ബന്ധം എന്താണെന്ന് അറിയണം.
അതിനു മുമ്പേ ഇവന്റെ ആ അമ്മാവനെ പൊക്കണം. എന്തായാലും വണ്ടി അതിന്റെ പുറകെ പിടിച്ചോ. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാലോ. ശരി. ലെഫ്റ്റ് എടുത്ത് കേറ്. ലെഫ്റ്റ്. ഫ്രണ്ടിൽ കയറി ബ്ലോക്ക് ചെയ്യും. അയ്യോ, ഇംഗ്ലീഷ് പറഞ്ഞങ്ങ് പേടിപ്പിക്കല്ലേ. ഞാൻ പേടിച്ചു. നീ നാട്ടിൽ വെച്ചൊരു ജോലി എന്നെ ഏൽപ്പിച്ചപ്പോ ഞാനതങ്ങ് വെടിപ്പായിട്ട് ചെയ്തു. അതിന് കൂലിയായിട്ട് നീ ഒരു 3 കോടി രൂപയുടെ വണ്ടി ചെക്ക് തന്നിട്ട് എനിക്കിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയല്ലടാ. ഹലോ ഹലോ മിസ്റ്റർ, ഇതെന്റെ ബോസ് ജോർജ് വർഗീസ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങള്. താനാരോടോ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ? ചതിക്കുന്നവനെ ചതിയിലൂടെ നേരിടുന്നവനായി ഹോനായി. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. നിനക്കെന്നെ അറിഞ്ഞൂടാ. എനിക്ക് വണ്ടി ചെക്ക് തന്ന ദേവനാരായണൻ നീയാണെന്നറിഞ്ഞാൽ ആ നിമിഷം നിന്നെ ഒരു കോടി കൊണ്ട് പുതപ്പിച്ചിട്ട് ഞാനിവിടെ വിടൂ. പോട്ടടാ ജോർജ് വർഗീസ്. ആളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അത് ഹോനായി അല്ലേ? എടാ അത് ഹോനായി ആണ്. ഞങ്ങൾ ഇടപെടണം ബോസ്. വണ്ടി കയറാ. ശരി, ഓക്കെ. ബോസിന്റെ താങ്ങും തണലും ഞങ്ങളാണ്. താങ്ങല്ലേ. ഈ അടുത്ത് ഇയാൾ ജയിലിയാടിയത് ഞാൻ പത്രത്തിൽ വായിച്ചതാ. ശരിക്കും പറഞ്ഞാൽ ദേവനാരായണൻ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ്. എടാ പോത്തെ ദേവനാരായണനല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? ഇനിയിപ്പോ ആള് മുതുകാടിന്റെ വല്ല മൂത്താപ്പ ആരെങ്കിലും ആണോ? അതിന് നമ്മളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ല. ഇതിലെന്തോ കളിയുണ്ട്. അതറിയണേ മരിയെ പിടിച്ചാ മതി. ക്രിസ്റ്റഫർ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. മരിയ അയാളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയണം. എന്നാലേ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്താണ് എന്താണ് എന്താടാ വല്ലതും നടക്കൂ? അവളെന്താണ്ട പറഞ്ഞത്? എടാ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങള്. നമ്മള് ഇവിടെ കണ്ട ദേവനാരായണൻ മരിയയുടെ പപ്പയാ. വെറുതെ അല്ലടാ, അയാൾ ഇവിടെ ജോർജ് വർഗീസ് എന്ന പേരില. ഈ ദേവനാരായണന്റെ ബിസിനസ്സിലൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. അയാൾ ഈ ദേവനാരായണനെ ചതിച്ച കഥ അവൾ എന്നോട് പറഞ്ഞത്. അവരിപ്പോ വലിയ കഷ്ടത്തില. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കണ 3 കോടി ശരിക്കും അറിയണ്ടേണ? അതിനിപ്പോ നമ്മുടെ കയ്യിൽ എവിടുന്ന 3 കോടി? കുറെ ചെലവായില്ലേ? അല്ല, പറയുമ്പോ ഒരു അന്തസ്സിന് പറഞ്ഞെന്നുള്ളൂ. നമ്മളിപ്പോ അത് കൊടുക്കാനൊന്നും പോണില്ലല്ലോ അല്ലേ? എന്നാലും ഇതിമാതിരി ഫാന്റാസ്റ്റിക് കോമഡി ട്രാജഡി കഥയല്ലേ ഭായി. എടാ ഞാൻ എന്തായാലും മരിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവാ. നമുക്ക് കയ്യിലുള്ള പണം തിരികെ ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് പോയാലോ? മച്ചു, നീ എന്ത് ഡയലോഗാണ് ഈ പറയണത്? അവൻ പറഞ്ഞാലും കാര്യമുണ്ടാ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടാത്ത കാശിപ്പോ നമുക്ക് എന്തിനാണ്? അങ്ങനെ തന്നെ നടക്കട്ടെ. മറിയ ഔസേപ്പും പിന്നെ ജോർജ് വർഗീസും. അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് പറയാനുണ്ട്. അത് പിന്നെ നീ പിന്നെ ലാഗാക്കണല്ല. എന്നാ പിന്നെ ഞാനങ്ങനെ ടോക്കിയാ കൈയ്യെടുക്കടാ പോർക്കെ. കുറെ നാളെ ഇത് ഹാർട്ടിനകത്ത് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട്. മറിയന്റെ ഫാദർ ഉണ്ടല്ലോ, ജോർജ് വർഗീസ്. Excuse me. Hello. Hello. أنا معلوم أنت فين. أنا شفتك. يلا. أنا يجي لك الحين.
ووريك انت. انت زين، انت حلو، انت خدت فلوس مالي وهرك مع الشباب هنا. لو انت ما تقدر تدفع فلوس مالي يلا انت امشي معي يوم يومين. Try to understand my situation. وهرك هناك يوم وانا اسيب لك كل حال وانا اسيب فلوس مالي. يلا يلا. انت ما في كلمه ده. لو انا هات فلوس منك رجبل وقتا. لو انت سوي هرهت كده. انا بلغ شرطه. انت عارف؟ لو انت ما في بنت انا عارف كيف تطلع فلوس مالي. مرة تانية لما انا اشوفك انا ياخد فلوس مالي. خليك كن جاهز يوم دي. അയാൾ ആരാ മരിയ? അയാളൊരു അറബിയാന്ന് മനസ്സിലായില്ലടാ. അതല്ലടാ, അയാൾ എന്തിനാ മരിയോട് ദേഷ്യപ്പെട്ടെ? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്, പറയൂ. പപ്പ അറിയാതെ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചു. നിങ്ങൾക്കറിയോ, ഞാനിവിടെ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ പപ്പയുടെ ബിസിനസ് ഫ്ലോപ്പ് ആയതും പപ്പ ഇങ്ങോട്ട് വന്നതും. ഫീസ് അടയ്ക്കാൻ കടം വാങ്ങിയതാ, പക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവൻ പറയണത് അവൻ്റെ ഫാം ഹൗസിലേക്ക് ചെല്ലാൻ. ഒരു ദിവസം അവൻ്റെ കൂടെ കഴിഞ്ഞാൽ കടം തന്ന പണം തിരിച്ചു കൊടുക്കണ്ട. അറബിയിൽ സ്പീക്ക് ചെയ്തതാണ്. അറബികളുടെ പേര് കളയാൻ നിൽക്കണ കള്ള ഹിമാറ്. എഡ്യൂക്കേഷനും ഫ്യൂച്ചറിനും വേണ്ടി മാത്രം പപ്പ നല്ലൊരു എമൗണ്ട് പാർട്ട്ണർ അറിയാതെ മറ്റൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതും വേറൊരുത്തൻ അടിച്ചുകൊണ്ട് പോയി. നാട്ടിൽ വെച്ച് പപ്പയുടെ കാറും ഒരു ബൈക്കുമായി കൂട്ടിടിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ആ തിരക്കിൽ ആ ബാങ്കിൽ ചെക്ക് എഴുതി കൊടുത്ത, പക്ഷേ അവൻ ആ ചെക്ക് ഉപയോഗിച്ച് മുഴുവൻ എമൗണ്ടും വിഡ്രോ ചെയ്തു. അവനെ കുറിച്ച് എന്തെങ്കിലും സൂചന ഉണ്ടാ? അറിയില്ല, പക്ഷെ എൻ്റെ പപ്പയ്ക്ക് ഏതിരിട്ടത്ത് അവനെ കണ്ടാലും തിരിച്ചറിയാം. ഇനി നീ ഇരുട്ടത്തിറങ്ങി നടക്കണ്ടോ. നമ്മളെന്തിനാണ് ഈ ദുബായിലേക്ക് വന്നത്? പോകാനായിട്ട് വേറെ ഏതെല്ലാം കൺട്രീസ് ഉണ്ടായിരുന്നു? ഈ പോർക്ക് ഒറ്റടത്തും കാരണമാണ്. പോടാന്ന് വേണ്ടോ. ഇവന്റെ അമ്മാവനെ ഞെട്ടിക്കാൻ പറ്റ എന്താടാ ഇപ്പൊ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ആരാണ്? എന്നിട്ട് ഇതുവരെ കാണാൻ പറ്റിയ അതുമില്ല. അടുത്ത് പോയി കാണാന്ന് വെച്ചാൽ കൂടെ ഒരു പ്രേതം ഉള്ളത് കൊണ്ട് അതിനും വയ്യ. മതിയുടെ ഒന്ന് നിർത്ത്. വരാനുള്ള വന്നു, ഇനി ഇവിടുന്ന് എങ്ങനെ പോകാനുള്ള വഴി ആലോചിക്കും. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തൊരു കുറ്റത്തിനൊരു കുട്ടിയുടെ ഫ്യൂച്ചർ നഷ്ടമായത്, അതും ആ കുട്ടിയുടെ പണം നമ്മുടെ കയ്യിലുള്ളപ്പോ. ഇപ്പോഴത്തെ മരിയുടെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിലും കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ. മനസ്സമാധാനം മാത്രമല്ല, മരിയക്ക് നിന്നോടുള്ള ലവും കൂടും. പിന്നെ അതിൽ പിടിച്ച് കയറിയിട്ടുണ്ടല്ല, ഇവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് എസ്കേപ്പ് ആവാടാ. ഈ പണം മരിയയുടെ പണമെന്ന് കരുതിയാൽ മതി. ആവശ്യത്തിനല്ല ഇത് ഉപകരിക്കേണ്ടത്. ഇന്നു മുതൽ മരിയയുടെ പ്രശ്നങ്ങൾ എൻ്റെ കൂടി പ്രശ്നങ്ങളാ. വൃത്തികെട്ടവൻ. നമുക്ക് കേട്ടേണ്ട പണവാ അവൻ കണ്ട അരവലാതി കൊണ്ട് കൊടുക്കുന്നത്. ആരാടാ എന്റെ ഭാര്യ ആപ്പിൾ കൊണ്ടെറിഞ്ഞത്? ഇത് അവൻ തന്നെ ആയിരിക്കും. എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത്? ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ, കാണുവതിലെല്ലാം ഏഴു നിറമില്ലേ. ഒന്നു പറയില്ലേ, ഒന്നു പറയില്ലേ,
സ്നേഹമഴ കൊണ്ടും സ്വപ്നമഴ കണ്ടും എൻ കരളിനുള്ളിൽ പൂത്ത മലരുണ്ട്. കണ്ട കൊതി കൊണ്ട് എന്റെ മിഴി രണ്ടും നൂറു ചിറകോടെ പാറി വരണുണ്ട്. തേന്മധുരമുണ്ട് നിന്നരികിലുണ്ട്. മുത്തുമണി മാത്രം തൂകുമൊരു മേഘം പെയ്തമണി മുത്തൻ ഉൾ നിറയണുണ്ട്. മുത്തുകളിലെല്ലാം മുത്തമരുളും ഞാൻ. മുത്തുമണി തോറും നിന്റെ മുഖമുണ്ട്. ഏഴുകടലോളം സ്നേഹമതിലുണ്ട്. ഒന്നു പറയില്ലേ ഒന്നു പറയില്ലേ കാണുവതിലെല്ലാം ഏഴു നിറമില്ലേ. ഒന്നു പറയില്ലേ ഒന്നു പറയില്ലേ കേൾക്കുവതിലെല്ലാം ഏഴു സ്വരമില്ലേ. ഒന്നു പറയില്ലേ ഐസ്ക്രീം വെച്ച് സംഗതി സീനായപ്പോ സമാധാനമല്ല. ഉന്നില്ലെങ്കിൽ എന്തിനാ പുറക്കെറിയാൻ നിൽക്കണത്? മാറിയോ അപ്പൊ അതൊരു കലിപ്പാണ്ടാ. വിട്ടാല വിട്ട ഐസ്ക്രീം കൊണ്ടുപോകുന്ന നിനക്ക് മനസ്സിലായ എന്റെ കാമുകനാടാ വെച്ചാല് മുള്ളം പന്നിയാ. അപ്പൊ നീ ആ ടൈപ്പാണല്ലേ? പിന്നെ അവൻ എന്റെ ഫേസ്ബുക്കിലെ കാമുകനാ. ഞാൻ അവന്റെ കാമുകി ജാനകി. മുടിഞ്ഞ പ്രേമവളി അവൻ എന്നോട്. എന്താണ് ഈ പറയണത്? മുള്ളം പന്നി നോക്കട്ടെ, ഇവനെയല്ല നമ്മൾ ഹോനയുടെ കൊടുക്കണ്ടേ? ഈ പോർക്കിനെ നമ്മ കണ്ടിട്ടുണ്ട്. നമ്മ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് ഇവന്മാരുണ്ടാവും അല്ലേടാ? ഇവന്മാരെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? അതറിയാനൊരു വഴിയുണ്ട്. എന്തു വഴി? എന്ത്? ജാനകി. മോനെ സെബാസ്റ്റിനെ ഇപ്പൊ ശരിയായി. നീ ഇവിടെയാണെന്ന് അവൻ അറിയോ? അതൊക്കെ എന്നേ പറഞ്ഞളിയാ. യവനിപ്പോ എന്നെ കണ്ടേ പറ്റൂ എന്നാണ് പറയണേ. ദേണ്ട ഫോൺ നമ്പർ സെൻഡ് ചെയ്ത്. എടാ നീ ഒരു മിമിക്രി അല്ലേ, നിനക്കായിക്കോട്ടെ ജാനകി. ഞാനാ പോടപ്പാ. ശരിയാടാ, നീ ആകുമ്പോ ഒരു സംശയം ഉണ്ടാവില്ല. അവനാണെങ്കിൽ ഫോട്ടോയിൽ പോലും ജാനകിയെ കണ്ടിട്ടുമില്ല. പേടിക്കണ്ട. എന്നാലും ഒരു പെണ്ണാണെന്ന് മാത്രമേ ആ പൊട്ടൻ അറിയൂ. നിന്നിലൂടെ ജാനകിക്ക് ജീവൻ വെക്കിട്ടളിയാ. എടാ പണി കിട്ടോ? അത് വേണം. ഇതൊരു ചാൻസ് ആണ്. നീ അവനെ വിളിക്ക്. പഞ്ചാര വാക്ക് പറഞ്ഞ് എന്താണ് അവരുടെ ഉദ്ദേശം, എന്തിനാണ് അവരിവിടെ വന്നത് എന്ന് നമുക്കറിയണം. വിളിക്ക്. ഒരു ടെൻഷൻ. ഹലോ. അയ്യേ ഇത് വേണ്ട, ഇതിൽ വികാരം കൂടല്ല, കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി പറ. തൂപ്പമ്പടി സുഷമേനെ പിടിച്ചാലേ. നിന്റെ മറ്റേ നമ്മളിവിടെ പിക്നിക്കിന് വന്നതല്ല എന്ന് ഞാനിത് എത്രാമത്തെ തവണയാണ് പറയുന്നതെന്ന് അറിയാമോ? സോറി ബോസ്, ഞങ്ങൾ അത് എണ്ണീട്ടില്ല. എന്നാൽ ഞാൻ എണ്ണീട്ടുണ്ട്. ഇതോടെ ചേർത്ത് 19ാമത്തെ തവണയാണ് ഞാനിത് പറയുന്നത്. യു ആർ ബ്രില്യന്റ് ബോസ്. യു നോ, നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഇവിടെ ആരെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടോ? അതല്ലടാ, ആ ദേവനാരായണനാണ് നമ്മളെ ചതിച്ചതെന്ന് ഉറപ്പായാൽ
അവനെ വെടിവെച്ച് കൊന്നിട്ടേ നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടും. ശ്രീനിവാസൻ വെടിവെക്കുന്നതാ. രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ. പേടിക്കണ്ട ബോസ്, എന്റെ ഫോൺ ബെല്ലടിച്ചതാ. അത് ശരി, അങ്ങനെ പറ. നിന്റെ ഫോൺ ബെല്ലടിച്ചാണല്ലേ? നല്ല മണം, അതാമേരാണ് തോന്നുന്നു. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്തെല്ലാം ചിന്തിച്ചെന്നറിയാം. നീ ഫോൺ എടുക്ക്. ഹലോ. ഹലോ, എന്നെ മനസ്സിലായോ? ഇല്ല, ആരാ? ഞാൻ പറയില്ല. എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. ഈ ശബ്ദം കേട്ടിട്ട് പോലെ മനസ്സിലായില്ല. ചെല്ലാന മേരി, കുമ്പിടി ശാന്ത, തമ്മനൻ ലൈല. കൊറേ പേരുണ്ടല്ലോ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട്. ഒന്ന് പറയുന്നേ, ആരാ? ലീനയാ? ജാനകി ആരാടാ? വീട്ടിൽ നിന്നാ. എന്താ കാര്യം? പശു പ്രസവിച്ചു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. നാളെയോ? ഒരു മിനിറ്റ്, ഒരു വായി നോക്കി. എപ്പോ? എവിടെ വരും? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. താങ്ക് യു ഡിയർ, ഐ ലവ് യു. പശുവിന് ഉമ്മ കൊടുക്കുന്ന പോത്തിനെയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. സത്യം. ഭയങ്കര ടൈമിംഗ് ആട്ടാ പോർക്കിന്റെ. കറക്റ്റായിട്ട് എത്തിയില്ല. വിളിക്കട്ടെ? വിളി 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 വിളി. ഹലോ, എത്തിയോ? ഞാനിവിടെ തന്നെയുണ്ട്. അതെ, ഞാനെങ്ങനെ തിരിച്ചറിയും? അതിനെന്താ, എനിക്ക് ചേട്ടനെ അറിയാലോ. ഞാൻ കണ്ടുപിടിച്ചോളാം. ദേ, ഒറ്റയ്ക്കല്ലേ വന്നത്? വേറെ ആരും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോവും. അയ്യോ, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇവന്മാരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു? ഹലോ 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 ഹലോ. ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. ഐസ്ക്രീം ഐസ്ക്രീം. ഇല്ല, ഐസ്ക്രീം അറിയില്ല. പാർക്ക് പാർക്ക്. പാർക്കും അറിയില്ല. എന്താണ് പരിപാടി? കാറ്റ് കൊള്ളാൻ വന്നാ? ഞങ്ങളും കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നത്. അതിനെന്താ, അങ്ങോട്ട് നീങ്ങിയിരുന്ന് കാറ്റ് കൊണ്ടോ? ഇവിടെ മാത്രമല്ല, അവിടെ ഉണ്ടല്ലോ കാറ്റ്. ഭയങ്കര ചൂടിലാണ്. അതെ, ചൂടാ. അതുകൊണ്ടാണല്ലോ കാറ്റ് കൊള്ളാൻ വന്നത്. ശരി, എന്നാ കാറ്റ് കൊണ്ട് ഇരി. കാറ്റ് കൊള്ളാൻ വന്നാണ്. എന്തായി? വിളിക്കടാ വിളിക്കടാ. ഹലോ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. എവിടെത്തി? വേണ്ട, ഞാൻ മിണ്ടില്ല. എത്ര നേരമായെന്നറിയോ ഞാനിവിടെ വന്നിട്ട്? ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് വരാവൂന്ന്. എന്നിട്ട് രണ്ടുപേരെ ഞാൻ കൂടെ കണ്ടല്ലോ. വാക്ക് പറഞ്ഞാൽ മാറ്റരുത്. ഞാൻ അതുകൊണ്ട് തിരിച്ചു പോന്നു. എന്റെ ജാനു, അവന്മാരെ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. എന്നെ എവിടെയോ വെച്ച് കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാ. വേണ്ട, നുണ പറയണ്ട. അതെ, ജാനുനോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു സത്യം തുറന്നു പറയാം. വേറെ ആരോടും ഇത് പറയരുത്. ജാനു എന്റെ കൂടെ കണ്ട 2 അവന്മാരല്ലേ, അവന്മാരെ തപ്പിയാണ് ഞാനും എന്റെ ബോസും ഇവിടെ വന്നത്. ഞങ്ങൾക്ക് കിട്ടേണ്ട 3 കോടി രൂപയാണ് അവന്മാരെ തട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അവന്മാർക്ക് ഇതുവരെ അറിയില്ല ഞങ്ങൾ അവരെ ഫോളോ ചെയ്യുന്ന കാര്യം. അവന്മാർക്ക് ഇവിടെ ഭയങ്കര കണക്ഷനാ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച അവന്മാർക്കെതിരെ ഞങ്ങൾ നീങ്ങുന്നത്. ഈ സ്പോട്ടിൽ വേണമെങ്കിൽ അവന്മാരെ പിടിച്ചെനിക്ക് ബോസിനെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ എന്റെ ജാനുവിനെ മിസ് ചെയ്യുന്നു കരുതിട്ടാ ഞാനങ്ങനെ ചെയ്യാതിരുന്നത്. ജാനു, നിന്റെ സഹായം എനിക്ക് വേണം. ജാനുവിനെയും എനിക്ക് വേണം. ഐ മിസ് യു, ഐ ലവ് യു. അല്ല, ജാനുവിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? തൊണ്ടയിൽ കിച്ച് കിച്ച്. ഏയ്, ഒന്നുമില്ല. എനിക്ക് വിഷമം വന്നതാ. കാണാൻ പറ്റിയില്ലല്ലോ. ഞാൻ എന്നും ഏട്ടന്റെ കൂടെ ഉണ്ടാവും. കണ്ടില്ലെങ്കിലും ഏട്ടൻ കാര്യങ്ങൾ എന്നോട് പറഞ്ഞാ മതി.
എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഏട്ടനെ സഹായിക്കാം. മതി മോളെ, ഇത്രയും കേട്ടാ മതി. എന്നാലും ആ തെണ്ടികൾ കാരണം എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. I love you. Really, I love you, da. I miss you, dear. Love you so much. എന്റെ ജാനു, ഞാൻ അന്നേ പറഞ്ഞ ഇതിനൊന്നും നിൽക്കണ്ടെന്ന്. ഇത്തിരി മനസമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഒന്നെങ്കിൽ ദേവനാരായണൻ അല്ലെങ്കിൽ ഹോനായി. രണ്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മൾ ഇവിടെ വെച്ച് തീർക്കും, അതുറപ്പാ. കർത്താവേ, അപ്പച്ചനാണല്ലോ. ഹലോ, എന്താ പച്ച? എന്നതാടാ നീ ഇവിടെ ഒപ്പിച്ചേച്ച് പോയത്? എന്താ? ഞാൻ ഇല്ലാത്ത നേരത്തെ ഒരു ദേവനാരായണ ആൾക്കാർ ഇവിടെ വന്ന് വീട്ടിലുള്ളതെല്ലാം തല്ലിപ്പൊട്ടിച്ചു. എന്റെ അമ്മച്ചി അവർ ഉപദ്രവിച്ചു. നീ കേൾക്കുന്നുണ്ടോ പറയുന്നത്? എടാ, അവരുമായിട്ട് നിനക്ക് എന്താ ബന്ധം? നീ അവരുടെ കാശടിച്ചു കൊണ്ടുപോയി എന്നാണല്ലോ അവര് പറഞ്ഞത്. സത്യമാണത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പച്ച, നിനക്ക് എന്താടാ മോനെ പറ്റിയത്? അപ്പച്ചൻ വരുത്തി വെച്ച കടം വീട്ടാനാണോ നീ ഇതൊക്കെ ചെയ്തത്? ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിഷം കഴിച്ച് കർത്താവിന്റെ അടുത്തേക്ക് പോവായിരുന്നില്ലടാ. അപ്പച്ച, ഇതിലും അന്തസ്സാതായിരുന്നില്ല മോനെ. ഹലോ ഹലോ അപ്പച്ച. ജോൺ, എന്താടാ? പറയടാ, എന്താന്ന്? ആ ദേവനാരായണ ആൾക്കാരെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിലെ സാധനമൊക്കെ തല്ലിപ്പൊളിച്ചു. എടാ, അയാളുടെ കാശുമായിട്ട് നമ്മൾ മുങ്ങി നാട്ടിലൊക്കെ പാട്ടായിപ്പോ. സത്യാവസ്ഥ തെളിക്കാതെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. വേണ്ട വേണ്ട, നിന്നോടൊക്കെ 1000 തവണ പറഞ്ഞല്ലേ. നിങ്ങൾ കാരണം, പണത്തിനോടുള്ള നിന്റെയൊക്കെ ആർത്തി കാരണം ഇങ്ങനെ സംഭവിച്ചേ. ശരിയാടാ, ഞങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജപ്തിയുടെ വക്കിൽ നിന്ന് നിന്റെ വീടിന്റെ ഇടപാട് തീർത്തില്ലായിരുന്നെങ്കിൽ നീ നിന്റെ കുടുംബം എവിടെ പോയിരുന്നു? ഇവന്റെ ഉമ്മയുടെ ഓപ്പറേഷന്റെ കാശ് ആര് കൊടുക്കുമായിരുന്നു? പറയടാ, ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന എന്റെ ചേട്ടനെ പുറത്തിറക്കാൻ വക്കീലിന് ആര് കാശ് കൊടുക്കുമായിരുന്നു? ഇതൊക്കെ ഓർത്തിട്ട് തന്നെ എങ്ങനെയൊക്കെ ചെയ്തേ. പിന്നെ നാട്ടുകാര് പോയി പണി നോക്കാൻ പറയടാ അവന്മാരോട്. ദുബായിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും കൂടാതെ നാട്ടിൽ തിരിച്ചു പോവുകയും ചെയ്യും. എങ്ങനെ പോകുന്നാണ് നീ പറയണത്? ഹോനായി ഗ്രൂപ്പിനെ ദേവനാരായണന്റെ അടുത്തെത്തിച്ച പിന്നെ അവര് നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങൾ. എന്തൊക്കെയായാലും ജാനകിയായി മരിയെ നമ്മൾ പുറത്തിറക്കും. അത് ശരിയാവോ? സെബാസ്റ്റ്യനെ വിളിച്ച് ജാനകി നാളത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു. സംസാരിക്കേ വിളിക്കേ. ഹലോ ഹലോ, ഏട്ടൻ എത്തിയോ? ആ, എത്തി. ഞാന് കിസൈസിലെ തറവാട് റെസ്റ്റോറന്റ് പുറത്തുണ്ട്. ആണോ? ഞങ്ങൾ തറവാടിന്റെ അകത്താ. എന്നാ വേഗം വാ. ഞാന് എങ്ങനെ തിരിച്ചറിയും? എന്താ ഡ്രസ്സിന്റെ കളറ്? ഡ്രസ്സിന്റെ കളറ് ബ്ലൂ ടോപ്പും വൈറ്റ് ലെഗിൻസും. അതെ, ഞാൻ പരിചയഭാവമൊന്നും കാണിക്കില്ല കേട്ടോ. എന്നെ വന്ന് പരിചയപ്പെട്ടോളണം. ഓക്കെ ഓക്കെ. ബ്ലൂ കളർ ഡ്രസ്, തറവാട്ടി പറഞ്ഞ കുട്ടി ഇത് തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലല്ല, നല്ല അമ്മ സാധനം. ഇവനെന്താ ഇവിടെ? ഇവനുമായിട്ടെന്താ? മനസ്സിലായി. ട്രാപ്പ് ട്രാപ്പ് ട്രാപ്പ്. ഓക്കെ. ഹായ് ജാനു. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ജാനുന്റെ സെബു. ജാനു ഞാനാ, ജാനുന്റെ സ്വന്തം സെബൂട്ടി. ജാനു? ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഞാൻ നിങ്ങളെ ജാനു ഒന്നല്ല, മരിയ. പരിചയഭാവം കാണിക്കില്ല എന്ന് പറഞ്ഞ് ഇതാണല്ലേ പഠിച്ച കള്ളി. ആരാ ജാനു ഇത്? എനിക്കിപ്പോ അറിയണം.
Hey, are you mad? ആരാടാ നീ? നിനക്ക് എന്താ വേണ്ടേ? നിന്നെ തന്നെയാടാ എനിക്ക് വേണ്ടത്. ഞാൻ അയാളോട് പറഞ്ഞു നിന്നെയൊക്കെ ട്രാപ്പിലാക്കാൻ, പക്ഷെ അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ജാനു, ഇയാളൊരു കാന്താരി തന്നെ. I love you, ജാനു, I love you. ഇനി ഹലോ, എന്താ പ്രശ്നം? എന്താണ് ഈ കാണിക്കുന്നത്? എന്താണ് ഊട്ടി? എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കുക. ഇയാൾ കുറെ നേരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാ ഈ വൃത്തിയായിട്ട് നീഗ്രോ. ഞാനോ? കണ്ടിട്ട് ഭ്രാന്തനാതാ തോന്നേ. ജാനു, എന്താ നിങ്ങളുടെ പേര്? സെബാസ്റ്റ്യൻ. എന്റെ ജാനുവിനെ വിളിക്കുന്നത് സെബൂട്ടി എന്നാണ്. മിസ്റ്റർ സെബൂട്ടി. അങ്ങനെ വിളിക്കാൻ ഒരാൾക്കേ അവകാശമുള്ളൂ, എന്റെ ജാനുവിന്. ഓക്കെ, സെബാസ്റ്റ്യൻ. മിസ്റ്റർ സെബാസ്റ്റ്യൻ, പ്ലീസ് കം, പ്ലീസ്. ജാനു, ഒരു മിനിറ്റ്. സെബാസ്റ്റ്യൻ, പ്ലീസ്. പറഞ്ഞോളൂ, എന്താ പറയാനുള്ളത്? ഒരു മിനിറ്റ്. ഇന്നത്തേക്കുള്ളതായി. തൽക്കാലം ഈ കാര്യം പുറത്താരും അറിയണ്ട. ഞാനിവിടെ അറിയപ്പെടുന്ന ഭയങ്കര ഗുണ്ടയാ. എന്റെ ഇമേജിനെ ബാധിക്കും. അപ്പോ നമുക്കിനി വീണ്ടും കാണാതിരിക്കാൻ ശ്രമിക്കാം. സ്ഥലം വിട്ടോ. 4 അടി പൊക്കയുള്ളെങ്കിലും നല്ല ഇടി. ഒരു വൈക്കോത്തറും തലയിൽ വെച്ചോണ്ട് നടക്കുന്നു. ഒരു പെണ്ണിനെ വളയ്ക്കാൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ എങ്ങനെയാടാ വിശ്വസിച്ച ഒരാളെ കൊല്ലാനയക്കുന്നത്? അത് ശരി. അതിന് തല്ലലും കൊല്ലലും ഒക്കെ ബോസ് തന്നെയല്ലേ ചെയ്യാറുള്ളത്? ബോസ് വിചാരിക്കുന്നവരല്ല കാര്യങ്ങള്. എനിക്ക് അവളെ നന്നായിട്ടറിയാം. അവക്കെന്നെ, അവന്മാരെ പിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് എന്റെ ജാനു എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. സത്യം? ആ, സത്യം. ജാനു, ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഒലിപ്പിക്കാതെ ഫോൺ എടുക്കും. സ്പീക്കർ ഫോൺ എടുക്കും. ജാനു. ഹായ് ജാനു, പറയൂ. കുറച്ച് മയത്തില് പറ. ഇന്നലെ എന്ത് പണിയാ സെബു കാണിച്ചേ? എന്തിനാ എന്റെ ഫ്രണ്ടിനോട് തല്ലുപിടിച്ചേ? അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ ജാനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നോ? അപ്പൊ പിന്നെ ഞാനോ? എന്റെ സ്വീറ്റ് ഹാർട്ട് അല്ലേ? അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? പറയാം. നീ പരിചയപ്പെടുത്തിയ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, അവനാണ് ഞങ്ങൾ അന്വേഷിക്കുന്ന ജോൺ. ഓ മൈ ഗോഡ്. ഞങ്ങൾക്ക് കിട്ടേണ്ട കോടികളുമായിട്ടാണ് അവൻ ഇങ്ങോട്ട് മുങ്ങിയിരിക്കുന്നത്. ഓ ജീസസ്, ഐ കാൺ ബിലീവ് ഇറ്റ്. ഞാൻ അവനെ എന്റെ ഓൺ ബ്രദറിനെ പോലെയാ കരുതിയത്. ഇപ്പോഴെങ്കിലും സെബുവായിട്ട് അവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ട്ടോ. ലവ് യു സോ മച്ച് ഡിയർ. സെബു, അവന്റെ കള്ളത്തരം നാളെ തന്നെ നമുക്ക് പൊളിക്കണം. നാളെ ഞാൻ അവനോട് പപ്പന്റെ പബ്ബില് വരാൻ പറയാം. സെബൂട്ടി അവിടെ എത്താമോ? വരാം. തീർച്ചയായിട്ടും വരും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ നാറ്റിക്കണം. സെബു അതിനെന്നെ ഹെൽപ്പ് ചെയ്യണം. വേറൊരു കാര്യം, ഞാൻ ഒരു പരിചയവും കാണിക്കാതെ ആയിരിക്കും സെബൂട്ടിയോട് പെരുമാറുക. നാളെ അവനെ അവന്റെ ഫ്രണ്ട്സിനെയും നമുക്ക് വലിച്ചു കീറണം. വലിച്ചു കീറുകയല്ല, വലിച്ചു കീറി കാത്തിക്കാൻ. ഞാൻ വലിച്ചു കീറി കത്തിക്കാൻ അവനെന്താടാ വിറകോ? വെടിവെച്ച് കൊല്ലുന്നു പറ. വെടിവെച്ച് കൊല്ലും. സെബു, വേറെ ആരാ അവിടെ സംസാരിക്കുന്നത്? അതെന്റെ ബോസാ. അയ്യോ, ബോസിന്റെ മുന്നിലിരുന്നാ സംസാരിക്കുന്നത്? ബോസിന് ജാനുവിനെ അറിയാം, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഷോ, എന്നാലും ബോസിന്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. അദ്ദേഹം എന്ത് വിചാരിച്ചു കാണും? നമ്മൾ തമ്മിലുള്ള എല്ലാ റിലേഷനും ബോസിന് അറിയാം. ഞാൻ ബോസിന് കൊടുക്കട്ടെ? വേണ്ട വേണ്ട, നീ സംസാരിച്ചാ മതി. ഞാൻ കട്ടാം. ഹായ് ജാനകി. ഹലോ ജാനു. ഹലോ സർ, ഹൗ ആർ യു സർ? I'm good. How are you doing? I'm also fine sir. സർ, സാറിന്റെ എന്തൊരു സ്വീറ്റ് വോയിസാ. എന്തൊരു സുഖാ കേൾക്കാൻ. ഒരു മിനിറ്റ്, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, ഞാനിപ്പോ വരാം. ഹായ് ജാനു. ജാനുവിന്റെ നല്ല സ്വീറ്റ് വോയിസ് ആണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. സെബാസ്റ്റിന്റെ ഫ്രണ്ട് ആണല്ലേ? അവൻ എന്റെ 12 ഗുണ്ടകളിൽ ഒരാളാ. ബോസ് കൊത്തിപ്പോയി, കൈവിട്ട് പോയി മോനെ.
ബോസിന്റെ കയ്യിൽ ഒരു പെണ്ണിനെ കിട്ടിയുള്ള സംഭവം നിനക്കറിയാലോ അല്ലേ? ജാനു ഇന്നു മുതൽ നിനക്കൊരു ഓർമ്മ മാത്രം. എങ്കിൽ വലിച്ചു കയറി കത്തിക്കും ഞാൻ. അവളെയോ? അല്ല, ഇയാളെ. എന്തൊരു നിപ്പത് യന്ത്രമനുഷ്യനോ. എന്താടാ? നമുക്ക് വണ്ടി ചെക്കുന്ന ആ ദേവനാരായണനല്ലേ, അയാളെ ഇപ്പോൾ ഉണ്ട്. എവിടെ? ഫോർച്യൂൺ കരാമേലെ പബ്. നീ അവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ ഉടനെ എത്താം. ഓക്കെ ബോസ്, ഞങ്ങള് ഇവിടെ ലോക്ക് ചെയ്തോളാം. നാട്ടിൽ നിന്ന് ഇങ്ങാട് വന്നപ്പോ ഓട്ടത്തിനൊരു കുറവുണ്ടാവുന്നാണ് കരുതിയത്. ഇതിപ്പോ മാരത്താൻ ഓട്ടം പോലെ ആയലടാ. ഹോനായിക്ക് നമ്മുടെ കയ്യിൽ കാശ് കൊടുത്താ ചിലപ്പോ വെറുതെ വിട്ടേക്കോടാ. പക്ഷെ ദേവനാരായണൻ വിടൂലടാ. അതുകൊണ്ടാണ് അവര് തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പറയണത്. അയ്യോ, മരിയ അവിടെ പോയി. ഇനി ആ മോനായകനെ തട്ടിക്കൊണ്ടു പോയാ. എടാ, നമ്മളെ കിട്ടാൻ വേണ്ടി മരിയ അയാൾ തട്ടിക്കൊണ്ടുപോകാനാണ് സാധ്യത. നീ അവളെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേ. അവൾ ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ മരിയ, നീ എവിടെയാ? ഓ, ഇപ്പഴാ ചോദിക്കുന്നേ. എന്തായിരുന്നു പബ്ബിൽ കാണിച്ചേ? അത് പിന്നെ മരിയ, നിന്റെ കൈ കയറി അവൻ പിടിച്ചപ്പോ എന്റെ കൺട്രോളിങ് പോയി. പിന്നെ ഞാനും നോക്കില്ല. ഓഹോ, അപ്പൊ എന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? അത് പോട്ടെ, നാളത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്താ? ഒരു തവണ ഞാൻ പറഞ്ഞതാ, മറന്നുപോയി കാണുന്നു എനിക്കറിയാം. അതൊക്കെ ഒന്ന് പറയാനും പ്ലാൻ ചെയ്യാനാ പബ്ബിലേക്ക് വിളിച്ചപ്പോ ഞാൻ വന്നത്. നീ സസ്പെൻസ് വിളിച്ച് കാര്യം പറ. നാളെ എന്റെ ബർത്ത്ഡേയാ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ജാഫർ. ടു യു ജനാർദ്ദനൻ. താങ്ക് യു. അപ്പോ എന്താണ് നാളത്തെ പരിപാടി? അതൊക്കെ സസ്പെൻസാ. ഞാൻ നാളെ വിളിക്കുമ്പോ സുന്ദര കുട്ടപ്പന്മാരായി റെഡി ആയിരിക്കണം. ഞാൻ കാർ അയക്കാം, അതിൽ കയറി പോന്നാ മതി. ബാക്കിയെല്ലാം നേരിൽ. ഓക്കേ. ഗുഡ് നൈറ്റ്. പീസ്ഫുൾ ആയി മച്ചാ. മരിയൊന്നും സംഭവിച്ചില്ലല്ല. പക്ഷെ നമ്മക്കൊരു ഇന്റർനാഷണൽ പണി കിട്ടാൻ സാധ്യത മച്ചു. എടാ, ദേവനാരായണൻ നമ്മളെ തിരിച്ചറിഞ്ഞ വെറുതെ വിടും തോന്നണ്ട. എട്ടിന്റെ പണി കിട്ടൂട്ടാ. നിങ്ങൾ ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞല്ലോ ഏട്ടാ. ഇപ്പോഴാണെങ്കിൽ മരിയയ്ക്ക് നമ്മൾ നന്നായിട്ട് അറിയാം. ഇനി ദേവനാരായണന്റെ കാശുമായിട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്താൽ പോലും
മരിയയ്ക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല. എടാ എന്നാലൊരു പേടി. ഒടുക്കത്തെ പേടി. അയ്യാക്കടെ കാശ് കൈ വന്ന് അന്ന് തുടങ്ങിയതാണ് നിന്റെ ഈ പേടി. അതെടാ പേടി തന്നെയാ. അർഹതയില്ലാത്ത കാശാ നമ്മളെടുത്ത് ചെലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ദേവനാരായണനോട് വന്നതും. പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? ഇനി പാസ്റ്റ് ഒന്നും തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല മച്ചാ. നാളത്തെ മരിയയുടെ ബർത്ത്ഡേക്ക് നമുക്ക് പോകണം. എല്ലാ പ്രോബ്ലംസും നാളെ കൊണ്ട് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനും ഇങ്ങനെ വന്ന പണി കിട്ടൂല. എന്താ? ആ ദേവനാരായണൻ തിരിച്ചറിഞ്ഞ ബിഗ് പ്രോബ്ലം ആവൂലേ? ഈ കോലൊന്ന് മാറ്റിയെടുക്കണല്ലപ്പാ. എന്താ ചെയ്യാ? ഒരുത്തന്നെ ഏത് കോലത്തിലോട്ട് മാറ്റാൻ പറ്റുന്ന സ്ഥലം എന്റെ പരിചയത്തിലുണ്ട്. ആണാ? അവിടെ പോയാൽ കുറെയൊക്കെ മാറി കിട്ടും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യടാ. കുഴപ്പാവോ? ചെയ്യാണ്ട് പറ്റൂല. വാ, ഞാനൊക്കെ അല്ലേ? ഓക്കെയാണ്. തെലുങ്ക് പടത്തിന്റെ പോസ്റ്റർ പോലെ ഉണ്ട്. പോടാ, പാൻറ് ഡ്രസ് ഇട്ട് വന്നേക്കണേ. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ അല്ലേ? എന്നാ വാ. ഏരിയ അല്ലേ? അതെ. ഒരുപാട് തിളക്കണ്ട, താഴെ പോകും. ഇത് വെച്ചിട്ട് നിനക്കൊരു മാറ്റൂല. ഇന്നൊരു മങ്കിട്ടല്ല ഡിസ്കവറിയിൽ ഇല്ലടാ. ജോണെ, മരിയപ്പോലെ പെണ്ണിനെ പരിചയപ്പെടാൻ പറ്റുന്നതിന്റെ ഭാഗ്യമുണ്ടാ. നീ അല്ലെങ്കിൽ ലക്കിയാടാ. ഇനി എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിന്നെ തേടി വരാനിരിക്കുന്നത്. ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നേ? കിട്ടുന്നതിന്റെ പാതി നമുക്കാണ്ടാ. വിഗൂടി വെക്കായിരുന്നല്ലേ? എന്നിട്ട് വേണം ആ പെണ്ണ് ചിമ്പാൻസിയാണെന്ന് വിചാരിച്ച് പേടിച്ച് മരിക്കാൻ. ഹായ്, വി ആർ ഗസ്റ്റ്. താങ്ക് യു. എടാ, ഇവളുടെ ഉമ്മ അറബിയും ബാപ്പ മലയാളിയാണ്. നമ്മൾ സെറ്റപ്പായി പോണോട്ടാ. സ്റ്റാൻഡേർഡ് കളയരുത്. സിനിമാറ്റിക് സെറ്റപ്പ് ആണല്ലോ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞില്ല. ഇത് ദേവനാരായണനല്ല, നല്ല മനുഷ്യനാണ്. താടി കുഴപ്പമില്ല. ഒറിജിനൽ അല്ലേ ഇത്? പെണ്ണിനെ കാത്തിരിക്കണേ. ഇതെന്താണ് ഇവിടെ മൊത്തം ഒരു ശൂന്യത? ഡാർക്ക് നൈറ്റ് ആണല്ലോ. കറണ്ട് ഒന്നുമില്ല ഇവിടെ. മരിയ ചിലപ്പോ മരിയ നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്തായിരിക്കും. ഇരുട്ടത്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ബർത്ത്ഡേ ലൈറ്റ് കത്തിക്കുന്ന പരിപാടി അല്ലേ? എടാ, നീ ആ ഫോൺ എടുത്തൊന്ന് മരിയെ വിളിച്ചേ. എടാ, പോർക്കെ ഫോൺ എടുത്ത് വിളിക്കാം. മരിയ ഇങ്ങോട്ട് വിളിച്ച. 100 വയസ്സാണല്ല, സംസാരിക്കടാ. ഹലോ മരിയേ. മരിയ, വിൽഫ്രഡ് ഹുനായ്. എന്താണത്? John, please help me, John. John, please രക്ഷിക്കൂ. ജോൺ ജാഫർ ജനാർദ്ദനൻ. കൊള്ളാം, നല്ല പേര്. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനൊരു ഹിന്ദി പാട്ടില്ലടാ. ഉണ്ട് ബോസ്. 1 2 3 ജോൺ ജാഫർ ജനാർദ്ദനൻ പരപം പം പം പം. John, help me. നീയൊക്കെ കൂടെ ചേർന്ന് കുറച്ചൊന്നുമല്ല എന്നിട്ട് വട്ട് കളിപ്പിച്ചത്. ദേവനാരായണനും എന്നെയും കൂടെ കൂട്ടിമുട്ടിച്ചാൽ ഞങ്ങൾ തമ്മിൽ തല്ലി ചത്തോളൂന്ന് നീയൊക്കെ അങ്ങ് കണക്ക് കൂട്ടി അല്ലേ?
ഇത്രയും നാൾ കൂടെ നടന്നിട്ട് എന്നോടൊരു വാക്ക് നിങ്ങൾ പറഞ്ഞോ? ചതിയന്മാര്, ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. മോളുവ എഴുന്നേൽക്ക. വേണ്ട, ഇനി നീ ഇവിടെ വിളിക്കണ്ട. ഇവളും കൂടി അറിഞ്ഞുകൊണ്ടാ ഇങ്ങനെ ഡ്രാമ ക്രിയേറ്റ് ചെയ്തത്. നിന്നെ ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായോ? നീ കാരണം എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. ആവശ്യമുള്ള പണം എഴുതിയെടുത്തോളം പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്നേഹം നടിച്ച് എന്റെ മോളെയും നീ ചതിച്ചു. സ്നേഹത്തിന്റെ ചതിയുടെ കണക്കൊക്കെ പിന്നെ. ഇനി പണത്തിന്റെ കണക്കിലേക്ക് വാ. അതെത്രയും വേഗം പറഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ ആ പണം എന്റെ കയ്യിൽ വന്ന് ചേരും. അപ്പൊ അതിൽ നേരത്തെ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. അതല്ല എങ്കിൽ ഒന്നായി ആരാണെന്ന് നീയൊക്കെ ശരിക്കും അറിയും. പറ, എവിടെതാ എന്റെ 3 കോടി രൂപ? 3 കോടിയിൽ കുറച്ച് ചെലവായി പോയി. ചെലവായിപ്പോയോ? ആരുടെ വായി? ഡാ, സത്യം പറയാം ഞാൻ പറയാം. ഞങ്ങളോട് വന്ന തന്നെ എന്റെ ഒരു അങ്കിളിനെ കാണാൻ വേണ്ടിട്ടാ. ഈ സാറിന് അറിയാം എന്റെ അങ്കിളിനെ. ശശി എന്ന പേര്. ശശി നിന്റെ അമ്മാവനാ? ഇന്നലെ രാത്രി മുതൽ അവൻ മിസ്സിംഗ് ആണ്. സാർ, ശശി നമ്മളേക്ക് ഊളയാക്കി കാശുമായിട്ട് മുങ്ങിയ. അങ്ങനെ അവന് മുങ്ങാൻ അനുവദിച്ചുകൂടാ. എന്റെ എല്ലാ സീക്രട്ടും അറിയാവുന്നവനാണ് അവൻ. ശശി പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ നമുക്ക് ആപത്താണ്. പറയടാ, എവിടെടാ ശശി? എനിക്കറിയില്ല. പണം ഞാൻ ഏൽപ്പിച്ചു എന്നുള്ള സത്യം. 2 ദിവസം മുമ്പ് പണമായിട്ട് ഈ സാറിന്റെ അടുത്തേക്ക് പോകുന്ന അങ്കിള് പറഞ്ഞത്. അങ്ങനെയുള്ള പറഞ്ഞത് ഞാനും കേട്ടതാ. എന്നെക്കാട്ട് കൂടുതൽ അങ്കിൾ എവിടെ കാണുമെന്ന് ഈ സാർ നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് ഈ സാറ് എന്റെ അങ്കിളും കൂടി ചേർന്ന് ഹോനായി സാറെ പറ്റിക്കാണോന്നാ. സത്യമാണോ എന്ന് പറയുന്നു? അയ്യോ, എവിടെടാ ശശി? അല്ല, എനിക്ക് ശശി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ലല്ലേ? കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതുപോലുള്ള ട്വിസ്റ്റുകൾ പതിവാ. പക്ഷേ ഇവിടെ ഒന്നല്ല, ഒരുപാട് ട്വിസ്റ്റുകളാണ്. പലതും ഞാൻ കണ്ടു കേട്ടു. വിട്. ഒരു വണ്ടിച്ചക്കൻ തന്ന് ദുബായിൽ വന്ന് ജോർജ് വർഗീസ് എന്ന് പേര് മാറ്റി മുങ്ങി നടന്ന നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലടാ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ പപ്പ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. ജാനകി, ഇയാള് നിന്റെ പപ്പയാണെന്നോ? ഹലോ, ഞാൻ ജാനകിയല്ല, മറിയയാണ്. ഇതെന്റെ പപ്പയാണ്. ആ, എന്റെ മോള് പറഞ്ഞത് നേരാ. ഹൊനായിയെ ഞാൻ ചതിച്ചിട്ടില്ല. ചതിച്ചത് അവനാ, ആ ജോൺ. ആക്സിഡന്റ് ആയപ്പോ ഞാൻ കൊടുത്ത ബ്ലാങ്ക് ചെക്കിൽ 3 കോടി എഴുതി അവൻ ആദ്യം മാറിയെടുത്തു. അങ്ങനെയാ ഹൊനായിയുടെ ചെക്ക് വണ്ടി ചെക്കായത്. ആ പണം എത്രയും വേഗം നമ്മുടെ കയ്യിലെത്തണം. അങ്ങനെ നമ്മളെല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് ആ 3 കോടി രൂപയുമായി രക്ഷപ്പെടാൻ അവൻ അനുവദിച്ചുകൂടെ? ജോൺ മരിയെ വെച്ച് പ്ലാൻ ചെയ്ത അതേ ഗെയിം നമ്മൾ മരിയെ വെച്ച് തിരിച്ചു കളിക്കുന്നു. നാളെ എന്റെ ബർത്ത്ഡേയാ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ബോഡി പോലും തിരിച്ചറിയാത്ത വിധം കൊല്ലപ്പെട്ട ദേവനാരായണൻ ദാ എന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു.
പകരം ദേവനാരായണൻ നാട്ടിലൊരാളെ കൊന്നു. ജോണി, വാളൂരാൻ ജോണി. ദേവനാരായണന്റെ ബിസിനസ്സിലെ ഒരേ ഒരു പാർട്ട്ണർ. എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും ദേവനാരായണൻ കടക്കണിയിലെത്തി. എല്ലാം പോയിരിക്കും, ഞാൻ വിശ്വസിച്ചു പോയി. നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വരെ എത്തി. അപ്പോഴും ഒന്നും അറിയാത്ത ഭാവത്തിൽ പെരുമാറിയ ജോണിയുടെ അഭിനയം ദേവനെ ഞെട്ടിച്ചു. നൊട്ടോറിയസ് ക്രിമിനൽ ഹോനായിക്ക് ദേവനാരായണൻ കൊട്ടേഷൻ കൊടുത്തു. 3 കോടി രൂപയ്ക്ക്. ബിസിനസ്സൊക്കെ ഇനി നീ തന്നെ നോക്കി നടത്തണം. ഇനിയുള്ള കാലം മോളുടെ കൂടെ ദുബായിൽ കഴിയണം. അവളോട് ഒറ്റയ്ക്കാണല്ലോ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. നിന്നെ എനിക്ക് വിശ്വാസമാണ്. നിന്നിലൂടെ വേണം ഇനി എനിക്ക് ജീവിക്കാൻ. അവൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. സിൽവർ കളർ ഇന്നോവ. നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ ഒരു വലിയ തുകയായ ഇൻഷുറൻസ് എമൗണ്ട് തട്ടിയെടുക്കാൻ കത്തിക്കരിഞ്ഞ ജോണിയുടെ ബോഡി ഉപയോഗിച്ച് ദേവനാരായണൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പത്രത്തിലും TV ന്യൂസിലും ഫ്ലാഷ് ചെയ്ത് തെളിവുകൾ മുഴുവനും നശിപ്പിച്ച് ജോർജ് വർഗീസ് എന്ന പുതിയ പേരിൽ ദുബായിലുള്ള മകളുടെ അടുത്തേക്ക് ദേവനാരായണൻ പറന്നിറങ്ങി. ഹോനായി തന്റെ ജോലി നല്ല വെടിപ്പായിട്ട് ചെയ്തു. ജോലിയൊക്കെ വെടിപ്പായിട്ട് ചെയ്തു, പക്ഷെ പണം കിട്ടിയില്ലല്ലോ. ഈ കഥകളൊന്നും അറിയാതെയാണ് ദേവനാരായണന്റെ ജീവിതത്തിലേക്ക് ജോൺ കടന്നു വരുന്നത്. ദേവനാരായണൻ കൊടുത്ത ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ച് 3 കോടി രൂപ ബാങ്കിൽ നിന്നും ജോൺ വിഡ്രോ ചെയ്തപ്പോൾ ഹോനായിക്ക് ദേവനാരായണൻ കൊടുത്ത ചെക്ക് വണ്ടിച്ചെക്കായി. ഹോനായി ദേവനാരായണനെ അവിശ്വസിച്ചു. ദേവനെ കൊല്ലാൻ ഹോനായി തീരുമാനിച്ചു. ഒരു ചെക്ക് തന്ന് നീ എന്നെ ചീറ്റയാണെന്ന് വിചാരിച്ചല്ലേ? ഇതിന് നിനക്കുള്ള ശിക്ഷ മരണമാണ്. ചതിക്കുന്നവനെ ഹോനായി വെറുതെ വിടില്ല. നിന്നെ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും നൗ ഐ എം സോ ഹാപ്പി. ബിക്കോസ് ഒരു ഫ്ലൈറ്റ് തന്നെ എനിക്ക് ചാർട്ട് ചെയ്യേണ്ടി വരും എല്ലാത്തിനെയും നാട്ടിലെത്തിക്കാൻ. ഗുഡ് ക്യാച്ച്. ഒരു മിനിറ്റ്, എവിടെ എന്റെ 3 കോടി? 3 കോടിയാ? 1 കോടി കൊണ്ട് പോലും ഇല്ലാത്ത എന്റെ എവിടുന്നാ സാർ 3 കോടി? സാറിന്റെ അവരോട് ചോദിക്ക്. സത്യം പറടാ, എവിടെ എന്റെ പണം? എനിക്കറിയില്ല, അയാളുടെ പണം. അമ്മാവനും മരുമാനും കൂടെ എന്നെ അങ്ങ് പറ്റിക്കാമെന്ന് വിചാരിച്ചോടാ കള്ളത്താടി. പറ.
അളിയ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ഞാൻ ഒരു അർജന്റ് മീറ്റിംഗിലാ. തുടങ്ങിക്കോ. പൊക്കോ പൊക്കോ. എന്താണ് എന്താണ് സാർ, നമ്മൾ തമ്മിൽ വെറുതെ അടികൂടണ്ട. ഞാൻ പറയുന്നത് ആദ്യം ആ 3 കോടി എവിടെയാണെന്ന് അവന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1 കോടി ഞാൻ സാറിനും തരാം. ഏതായാലും നമ്മൾ രണ്ടുപേരും ഇപ്പൊ പുറത്താ. സാറിന് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. സാറിന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സാർ അതിൽ വിൽഫ്രഡ് ഹോണായി അടിച്ചാൽ മതി, എന്റെ പേജ് ഓപ്പൺ ആവും. സാർ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കേ. അപ്പൊ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ. എന്നിട്ട് സാറിന്റെ അക്കൗണ്ട് നമ്പർ അതിൽ അയച്ചാൽ മതി. നമ്മൾ പിള്ളേരും കാശിട്ടുള്ളൂ. ആണോ? സത്യം സത്യം. ബോസ്, ഈ ഫൈറ്റിന്റെ നീളം ഒരല്പം കുറച്ചു തരാമോ? പോടാ പട്ടികളെ, ഈ സമയത്താണോടാ നീളം കുറയ്ക്കുന്നത്? അവന്മാരെ കാശുമായിട്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കാൻ നോക്ക്. അവര് പോയി. എന്റെ പണം എവിടാ? നിന്നെ ഇന്ന് സാറെന്താണ് അവര് പിടിക്കാത്തവർ ഓടി രക്ഷപ്പെടുന്നത്? അവരോടി 1 റൗണ്ട് കഴിയുമ്പോ എന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തും. മനസ്സിലായില്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ദുബായ് CIDs ചുറ്റിനുണ്ട്. എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ഹോനായി ഇതിനേക്കാൾ വലിയ സെറ്റപ്പുമായിട്ട് പണ്ട് ചെമ്പം മുടിയായിട്ട് വന്ന ഒരു ഹോനായിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാമല്ലോ. നമുക്കും അറിയാമല്ലോ. ഒരു ഹോനായി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് സാധിച്ചെന്ന ദുബായ് CIDകൾക്ക് എന്റെ നന്ദി. ശുക്രാൻ.